കാനനക്കുയിലിന് കാതിലിടാനൊരു കാൽപ്പവൻ പൊന്നു തരാമോ? മോഹൻ സിതാര ചെയ്തതാണ്. ഗിരീഷേട്ടൻ്റെ വരിയാണ്. ഒരു കാൽപ്പവൻ അവിടെ കൊടുത്തപ്പോൾ അരപ്പവൻ തന്നത് ശരിക്കും അലക്സ് പോളിനാണ്. അരപ്പവൻ പൊന്നു കൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ അരപ്പവൻ എത്ര പ്രാവശ്യം വീഴ്ത്തിയിട്ടുണ്ടാവും. നിങ്ങളിങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങൾ കൊടുക്കൽ പെടുന്ന കാര്യങ്ങളാണ്. അറിയാതെ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അറിയാണ്ട് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൽബിലെ വെണ്ണിലാവു നീ തൊട്ടുമീട്ടുവാനുള്ള തന്ത്രികൾ പൊട്ടുമെന്ന പോലെ തൊട്ടടുത്ത് ഞാൻ നിന്നുവെങ്കിലും കൈ തൊടാഞ്ഞതെന്തേ. നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ ഞാൻ അതിൻ്റെ ഒരു മനോഹാരിത ഞാനത് ആസ്വദിക്കുകയായിരുന്നു. ഹരിരാമ രാജകഥയൊക്കെ ശരിക്കും ലാൽ ജോസ് സാറിൻ്റെ സജഷനായിരുന്നു. അത് ഇതിൻ്റെ പിന്നിൽ വേറെ കഥയാണ്. അതിൽ കൂട്ടുകാരി എന്ന് പാടുന്നത് എനിക്ക് തോന്നുന്നു അത് ഷഹബാസമൻ്റെ വോയിസ്. ഇനി ആർക്കും അത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ആ കൂട്ടുകാരി എന്ന് പാടുന്ന സാധനം ഉണ്ടല്ലോ, ഭയങ്കര ക്യൂട്ടായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് കാക്കൊത്തിക്കാവിലെ കാവതിക്കാക്കയും കായൽ വരമ്പിലെ കാക്കാനും ഞണ്ടിനും തമ്മിൽ കാണാ കിന്നാരം. എൻ്റെ വൈഫിന് ആ പാട്ട് ഇഷ്ടപ്പെട്ടില്ല, ഇത് കമ്പോസ് ചെയ്ത് കേട്ടപ്പോൾ. വൈഫ് കണ്ട് പറഞ്ഞു, ഇതെന്ത് പാട്ടാണത്. മമ്മൂക്കിയുടെ സജഷനായിരുന്നു. മമ്മൂക്കിയുടെ വൈഫാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. വിനീതിനെ വെച്ചത് പഠിച്ചാലാണ്. അത് പുള്ളി വെച്ചത് പല്ലവില് മാത്രം പറ്റില്ല കംപ്ലീറ്റ് വരെ. ഈ മുറ്റത്തെ മുല്ലേ ചൊല്ലു കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാൻ ആരാരോ എന്ന് പറയുന്നത് വളരെ ലൈറ്റായിട്ടാണ് നമ്മൾ പാടിയത്. കാറ്റിനെ പറ്റിയാണ് ആ പാട്ട്, അറിയാമോ അത്? പക്ഷെ ഒരു സ്ഥലത്ത് പോലും കാറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അമ്പലക്കര എന്നുള്ള പാട്ട് ഇതുപോലെ തന്നെ ഒരുപാട് സമയം എടുത്ത് പാടിച്ച പാട്ടാ. നമുക്ക് പോയിക്കണേ ഞാൻ പറഞ്ഞ്, ഇവിടെ തൻ്റെ ശൈലി വെച്ച് കുറെ നാളെ പാടിക്കൊണ്ടിരിക്കുന്നത്, ഒന്ന് മാറ്റി പിടിച്ചാൽ എന്താ കുഴപ്പം. ജലത്താമര എന്താ പറയണ, ചിത്ര അല്ലാതെ വേറെ ആളെ ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ചിത്ര അത് കേട്ടിട്ട് പറഞ്ഞു, സാറേ അത് ഭയങ്കര രസമുണ്ടല്ലോ, അത് അതിനെ കൊടുത്താലോ എന്ന് ചോദിച്ചു. അതൊരിക്കലും ആരും പറയില്ല. ചില്ലുജാലക വാതിലിൽ തിരച്ചിലഞ്ഞൊറിയുമ്പോൾ മെല്ലെ ഒന്ന് കിളിങ്ങിയോ കൈവളകൾ അറിയാതെ. ചില്ലുജാലക വാതിൽ എന്നുള്ള പാട്ട് സത്യത്തിൽ എൻ്റെ കൽബിന് പകരം ചെയ്തതാണ് പുള്ളി. മ്യൂസിക് ഡയറക്ടർ അലക്സ് പോൾ സാറാണ് നമുക്കപ്പോൾ. നമസ്കാരം സാർ. എൻ്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാര, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരു മുല്ലമുട്ടിലൂറും അത്ര ഒന്ന് വേണ്ടേ എന്ന് പാടുന്ന സമയത്താണ്, വയലാർ ശരചന്ദ്രൻ്റെ വരികളാണ്. ആ സമയത്താണ് അലക്സ് പോൾ ശരിക്കും മനസ്സിനകത്തേക്ക് വരുന്നത്. അതുമുതൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ പാട്ടുകളും. അതിൽ ഈ തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരു മുല്ലമുട്ടിലൂറും അത്ര ഒന്ന് വേണ്ടേ എൻ്റെ കൂട്ടുകാര സുൽത്താൻ്റെ ജയിലുകാരാണെന്നാണ് ചോദിക്കുന്നത്. അതിനെ തുടർന്ന് ഒരു വരിയും കൂടെ ഞാൻ അന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. തൊട്ടുമീട്ടുവാനുള്ള തന്ത്രികൾ പൊട്ടുമെന്ന പോലെ തൊട്ടടുത്ത് ഞാൻ നിന്നുവെങ്കിലും കൈ തൊടാഞ്ഞതെന്തേ, ലാളനങ്ങളിൽ മുഴുവാൻ കൈ താളമിട്ടൊന്നു പാടുവാൻ എത്ര വട്ടമൻ കാൽച്ചിലങ്കുകൾ മെല്ലെ കൊഞ്ചിയൊന്നോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു സാഹചര്യത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടി ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവളുടെ മനസ്സ് ഭയങ്കര വലുതായിട്ട് ഓപ്പണപ്പായിട്ടാണ് അത് സംസാരിക്കുന്നത്. ആ സമയത്ത് ഈ പാട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്നു മുതലാണ് ശ്രദ്ധിച്ചു തുടങ്ങിയത് ശരിക്കും അലക്സ് പോളിനെ. ആ പടം ഒരു വലിയൊരു മൈലേജ് തന്നില്ലേ ശരിക്കും? തീർച്ചയായിട്ടും. ഇപ്പം നിങ്ങൾ ലയൻസാണ് ഇപ്പോൾ പറഞ്ഞത്. ഞാൻ ചിന്തിക്കുന്ന കാര്യമുണ്ട്, അതെല്ലാവരും ഈ പാട്ട് വിജയിക്കുമ്പോൾ ആദ്യം തന്നെ ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് മ്യൂസിക് ഡയറക്ടറിനാണ്. സത്യത്തിൽ ലയൻസിനും കൊടുക്കേണ്ടതല്ല, കൊടുക്കുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ഒരു പാട്ടിന് കാലങ്ങളോളം ജീവിക്കാൻ പറ്റുന്നത് ലയൻസിൻ്റെ ഗുണം കൊണ്ടിട്ടാണ്. ട്യൂൺ ആദ്യത്തെ ഒരു ഇത് മാത്രമാണ്. അതല്ലാതെ പിന്നെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ലയൻസിന് പ്രാധാന്യം ഉണ്ടാവണം. അപ്പോഴായിരിക്കും ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് കൂടുതലായിട്ട്. ഇപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ ഞാൻ അതിൻ്റെ ഒരു മനോഹാരിത ഞാനത് ആസ്വദിക്കുകയായിരുന്നു. നിങ്ങൾ വെറുതെ പറയണേ ഇത്, എന്നിട്ട് പോലും തൊട്ടുമിട്ടുവാനുള്ള തന്ത്രികൾ പൊട്ടുമെന്ന പോലെ എന്ന് പറയുന്നതൊക്കെ വല്ലാത്തൊരു ഫീലാണ്. അത്രയും അടുത്ത് നിന്നിട്ട് നീ കൈതൊടാഞ്ഞത് എന്തേ എന്നാണ് അവൾ ചോദിക്കുന്നത്. വിനീത് ശ്രീനിവാസൻ മനോഹരമായിട്ട് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നരേൻ്റെ വായിൽ കൂടെ ഈ ശബ്ദം കേൾക്കുമ്പോൾ നരേൻ തന്നെ പാടുന്നതായിട്ട് ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. വിനീത് ഈ പാട്ടിലേക്ക് വരുന്നത് എന്ത് സാഹചര്യത്തിലായിരുന്നു? അത് ഭയങ്കര പറഞ്ഞ് വിശ്വസിക്കാത്തൊരു സംഭവം ഉണ്ടായി. കാരണം എന്ന് വെച്ചാൽ അന്ന് എൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു റിസോർട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു ഫാമിലി ആയിട്ട്. അവിടെ വെച്ചിട്ട് അവിടെ തന്നെ ഒരു കുളിക്കാനുള്ള അരുവിയും സംഭവമൊക്കെ ഉണ്ട്. അവിടെ നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തലമുറുത്തുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇത് പാടാനായിട്ട് വിനീതിനെ കൊണ്ട് പാടിച്ചാലോ എന്ന് തോന്നുന്ന അതേ സമയത്ത് തന്നെ ലാൽ ജോസിൻ്റെ കോള് വരുന്നു. വന്നിട്ട് ലാൽ ജോസിനോട് ചോദിക്കുകയാണ്, നമുക്കത് വിനീത് അയക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്താ വെച്ചാൽ മനസ്സ് ചിന്തിക്കുന്ന അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിനെ കിട്ടി.
അത് ഭയങ്കര അനുഭവമായിരുന്നു. ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ചില അനുഭവം ഉണ്ടാകാറുണ്ട്. രണ്ടുമൂന്നേരം ഒരുമിച്ച് കൂട്ടുകാരെല്ലാം ഒരുമിച്ച് പോകുന്ന സമയത്ത് ഒരുമിച്ചൊരു പാട്ട് പാടും പ്രതീക്ഷിക്കാണ്ട്, അല്ലെങ്കിൽ മനസ്സിലിങ്ങനെ ഓർക്കുമ്പോൾ തന്നെ വേറെ ആളുടെ മനസ്സിൽ വരും. നല്ല സുഹൃത്തുക്കളാണെങ്കിൽ അത് സംഭവിക്കുള്ളൂ. അപ്പോൾ ആ പടത്തിന് അങ്ങനെ സംഭവമുണ്ട്. അതിൻ്റെ മ്യൂസിക്കും ഡയറക്ഷനും അതിൻ്റെ എല്ലാ കാര്യങ്ങളുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്നുണ്ട്. ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. അതിൽ കാത്തിരുന്ന പെണ്ണല്ലേ, കാലമേറെ ആയില്ലേ, മുള്ളുപോലെ നൊന്തില്ലേ, നോവിലിന്ന് തേനല്ലേ, പിന്നെ വൈകി വന്ന പ്രണയം തീയല്ലേ എന്ന് ചോദിക്കുന്ന ഒരു വരികളുണ്ട്. കോളേജ് വിദ്യാർത്ഥി പ്രണയമാണ് കാണിക്കുന്നത്. അതിനകത്ത് SFIക്കാരൻ സ്വപ്നം കാണുമ്പോഴും ഒക്കെ അതിനകത്ത് വരികൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ ഹരിരാമരാജകഥ പാടി വന്നൊരു പൊന്നു പൈങ്കിളി പെണ്ണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മനോഹരി രാധേ രാധേ, മുരളി എന്ന് എവിടെ പെണ്ണെ എന്ന് ചോദിക്കുന്ന സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതിന് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ ഹരിരാമരാജകഥയൊക്കെ ശരിക്കും ലാൽ ജോസ് സാറിൻ്റെ സജഷനായിരുന്നു, അതെ അലക്സ് പോൾ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ മുന്നോട്ട് വെച്ച സജഷനാണ്? അത് ഇതിൻ്റെ പിന്നിൽ വേറെ കഥയുണ്ട്. ആദ്യത്തെ പടം ചെയ്തപ്പോൾ അതിൽ മഴ വീട്ടും സ്തുതി കേട്ടും എന്നുള്ള പാട്ടിൻ്റെ ഇടയ്ക്ക് ഒരു മെയിൽ ഇതുണ്ട്. അപ്പോൾ അത് നിലവിലുള്ള ആ പാട്ടിൽ നിന്ന് മാറിയിട്ട് ഡിഫറെൻ്റ് ആളുടെ സ്കെയിലിലാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഗിരീഷ് പുത്തഞ്ചേരി ആയിരുന്നു അതിൻ്റെ. അപ്പോൾ ഈ മനുഷ്യനൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എത്ര വലിയ ആൾക്കാരാണെങ്കിലും അതുണ്ട്. ഇപ്പോൾ എൻ്റെ കേൾവിൽ എന്നുള്ള പാട്ട് ഞാനൊന്ന് മാറ്റി പാടിക്കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ല, ആരും സമ്മതിക്കില്ല. അത് ഇനി സമ്മതിക്കാൻ പറ്റില്ല, സമ്മതിക്കില്ല. എത്ര നല്ലതാണെങ്കിൽ ഇപ്പോൾ സമ്മതിക്കില്ല. അപ്പോൾ ഞാനിത് പക്ഷെ ഒരു മ്യൂസിക് ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും ഉൾക്കൊള്ളാൻ പറ്റണം. അത് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ അവനത് അറിയാൻ പറ്റണം. ഈ സിനിമ കഥ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ആദ്യം ഉണ്ടാക്കുന്ന കഥയിൽ നിന്നൊക്കെ ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകും. പിന്നീട് അതിൽ തന്നെ ഇങ്ങനെ പിടിച്ച് തൂങ്ങൊന്നുമില്ലാരും എന്ന് അപ്പോഴാണ് അത് മനോഹരമാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ചേഞ്ച് ആയുള്ളൊരു സ്കെയിലിൽ ഇങ്ങനെ പിടിച്ചിട്ടൊരു മെയിൽ വേർഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറയുന്ന എൻ്റെ ആദ്യത്തെ പടം കൂടിയാണല്ലോ. പുള്ളി വന്നിട്ട് പറഞ്ഞ ആ പാട്ട് നശിപ്പിച്ച് കളഞ്ഞെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രശ്നമുണ്ടായി. അപ്പോൾ പെട്ടെന്ന് ആദ്യമായിട്ട് കേട്ടപ്പോൾ അതിൻ്റെ ഡയറക്ടറായ റാഫിയും ഞെട്ടിപ്പോയി, കുഴപ്പമാണെന്ന് കരുതി. അപ്പോൾ ആദ്യത്തെ പടം കൂടിയല്ലേ, എൻ്റെ ഒരു ആദ്യത്തെ പടം കൂടിയാണ്. പാട്ടിലാണെങ്കിൽ പുള്ളി ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. അതെന്താ കുഴപ്പമില്ല, ചിലപ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പുള്ളിക്കും തോന്നി. ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാനൊരു സൂത്രം ഉപയോഗിച്ചു. പണ്ട് നമ്മൾ അങ്ങനെയുള്ള ചില തട്ടിപ്പൊക്കെ ചെയ്യാറുണ്ട്. എനിക്കറിയാം എൻ്റെ സൈക്കോളജി, അതായത് ഇതുകൊണ്ടിട്ടാണെന്നുള്ളത്. അല്ലാണ്ട് രാഗം നമ്മൾ ചേരാത്തതുകൊണ്ടിട്ടല്ല. ഒരു സാധനം ഇപ്പം കേട്ടിൽ നിന്ന് മാറിയ രീതി കേൾക്കുമ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ എന്തെന്ന് വെച്ചാൽ ഇദ്ദേഹം അറിയാണ്ട് തന്നെ മറ്റുള്ള പാട്ടിൻ്റെയൊക്കെ എഴുത്തിനടക്കുകയാണ്. ഇത് അറിയാണ്ട് തന്നെ ഞാൻ ഇപ്പുറത്തെ മുറിയുന്നുണ്ട് ഈ പാട്ട് പതുക്കില്ലായി ഓളിയും കുറച്ച് കേൾപ്പിക്കുകയാണ്. ദൂരെ നിന്ന് കേൾക്കുന്ന പോലെയാണ് പുള്ളി കേൾക്കുന്നത്. ഞാൻ കേട്ട് കുറച്ച് ഇതായി കഴിഞ്ഞപ്പോൾ ഇത് ട്രാൻസ്ഫോമായി. എന്നിട്ടൊരു ദിവസം റാഫി എല്ലാം കൂടി ഇരിക്കുന്ന സമയത്ത് അപ്പോൾ എനിക്കറിയാം റാഫിക്ക് ഭയങ്കര പേടിയുണ്ട് പുള്ളി പറഞ്ഞതിൽ നിന്ന്. ഞാൻ പുതിയ ഒരാളല്ലേ, എന്താ കാണിക്കണമെന്ന് അറിയില്ലല്ലോ. അവിടെ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഞാനത് ശരിയാക്കി, നിങ്ങൾ പറഞ്ഞ പോലെ ആക്കിയതുണ്ട്, വെറുതെ നുണ പറഞ്ഞു. എന്നിട്ട് സെയിം പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളിയോട് എന്നെ കെട്ടിപ്പിടിച്ച് വേണ്ട ഇപ്പോഴാണ് കറക്റ്റ് ആയെന്ന്. ശരിക്കും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇദ്ദേഹം രാഗത്തിലേക്ക് പിടിക്കുന്ന ആളറിയാലോ, ഇന്ന രാഗമാണത് ഇന്നാന്നൊക്കെ പറയുന്ന ആളാണ്. അപ്പൊ പൊതുവെ ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ട്, ഒരു രാഗത്തിൽ വരുമ്പോൾ ആ രാഗത്തിൽ തന്നെ കംപ്ലീറ്റ് ആകണമെന്നും ഒരു താളത്തിലാണെങ്കിൽ ആ താളത്തിൽ തന്നെ വരണം എന്നൊക്കെ ഒരു ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ പൊളിക്കുമ്പോഴാണ് ഡിഫറെൻ്റ് ആളുള്ള സംഗീതം ഉണ്ടാകുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി ഒരിക്കലും ചെയ്യാത്ത രണ്ട് രാഗങ്ങളെയാണ് അവിടെ ചേർത്തിരിക്കുന്നത്. ചതിക്കാത്തതെന്ന് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. ഈ പാട്ട് അങ്ങനെയല്ല, രണ്ട് രാഗങ്ങൾ തമ്മിൽ ഒരിക്കലും ചേരൂല സാധനത്തിൽ. അങ്ങനത്തെ രണ്ട് രാഗങ്ങളെയാണ് അവിടെ ചേർത്തിരിക്കുന്നത്. കാത്തിരുന്ന പെണ്ണല്ലേ എന്ന് പെട്ടെന്ന് രാമ കഥ പാടി വന്നൊരു കാത്തിരുന്ന പെണ്ണല്ലേ, വേറെ മാറി വരെയാണത്. അത് സിമ്പിളല്ല. ഇപ്പൊ കേട്ടിട്ട് എല്ലാവരും മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് പാടുന്ന സമയത്ത് പാട്ടുകാരൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞ അവസാനം അത് കേൾക്കുമ്പോൾ അറിയാതെ അതിലേക്ക് വരാൻ ബുദ്ധിമുട്ട് വരും. അതിലൊരു പ്രത്യേകത കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കാത്തിരുന്ന പെണ്ണല്ലേ എന്നുള്ളത് പാടുന്നതും കാലമേറെ ആയില്ല എന്ന് പാടുന്നത്, ജോസിനെ പാടുന്ന സമയത്ത് കാലമേറെയ ഒരു ഹസ്കിനെസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അന്ന് ജോസ്നയുടെ പാട്ടുകൾക്ക് അങ്ങനെ ഒരു ഹസ്കിനെസ് ഉള്ളത് കൊണ്ടാണോ അങ്ങനെ ചെയ്തത്? അതെ അലക്സ് പോൾ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ അങ്ങനെ ഒരു ഹസ്കിനെസ് കൊണ്ടുവന്നതാണോ അതിനകത്ത്? നിങ്ങളിങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങൾ കൊടുക്കൽ പെടുന്ന കാര്യങ്ങളാണ്. അറിയാതെ ഈ കലാകാരനൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ കലാകാരന്മാരും ഓരോ പാവങ്ങളാണ്. എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അറിയാണ്ട് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വേറെ കുഴപ്പത്തിലേക്കൊക്കെ പോവും. ആ ഒരു കാര്യമുണ്ട്. അതായത് ഈ ജോസ്ന അന്ന് എനിക്ക് തോന്നുന്ന പാട്ട് പാടാൻ വേണ്ടി
ഏതാണ്ട് ഒരു ദിവസമായിട്ട് എടുത്തു. സാധാരണ ദിവസം സിനിമ ആ സമയത്തും പാട്ടൊക്കെ പാടിയിരുന്നതാണ് പുള്ളിക്കാരത്തി. ഒരു അരമണിക്കൂറുണ്ട് 1 മണിക്കൂറുണ്ട് പാടിയിട്ട് പോകണ്ട. രാവിലെ ഒരു പാടുന്നു, വൈകുന്നേരമായിട്ടും പാട്ട് ശരിയായിട്ടില്ല. എന്ന് വെച്ചാൽ കറക്ഷൻസ് എൻ്റെ മനസ്സിലുള്ള ഇതിലേക്കാണ് വരുന്നില്ല. ഇങ്ങനെ എനിക്ക് എടുക്കണം. അതായത് ഈ നമ്മളെപ്പോഴേ ഒരു ഗ്ലാസ് നിങ്ങൾക്ക് വെള്ളം നന്ദിയായിരിക്കാം, നിങ്ങൾ കുടിക്കും. പക്ഷെ നിങ്ങളൊന്ന് സൂക്ഷ്മമായിട്ട് നോക്കുമ്പോഴേക്കും ചിലപ്പോൾ അങ്ങനെ ഒരു വൃത്തിയുടെ അളക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ ഒരു ലെൻസ് വെച്ചൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ അതിൽ അഴുക്കാണ്ട് പിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ പോലെ മൈന്യൂട്ടായുള്ള ചില കറക്ഷൻസ് ഉണ്ടല്ലോ. അതിനു വേണ്ടിയുള്ള ഒരു ഞാൻ നടത്തി വന്നു കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യശ്രീയല്ലേ പാടുന്നത്. അന്ന് അതൊന്നും ചിന്തിക്കണില്ല. ശരി കഷ്ടമാണ്. രാവിലെ വരെ വൈകുന്നേരം വരെ. അവസാനം ഒരു 3 മണിയൊക്കെ 3:30 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പുറകിൽ പുള്ളിക്കാരത്തെ ഫാദർ ഉണ്ടായിരുന്നു. ഫാദർ വന്ന് തന്നെ സാർ ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതായത് ഏത് ഫാദറും പറഞ്ഞു പോകും, ഒരവസ്ഥയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തില്ല ഫാദറാണെന്ന് ആരാണെന്ന് ഓർത്തില്ല. ഞാൻ ഇതിൽ നിൽക്കുകയാണ്, ഫുള്ള് ഇൻവോൾവ് ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ അവനെ പുറത്തു പോകണമെന്ന് പറഞ്ഞു, അറിയാണ്ട് പറഞ്ഞു പോയതാ. പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി, എന്ത് കഷ്ടമായിപ്പോയി. ഒരിക്കലും പറയാൻ പാടില്ല. ഇപ്പം എൻ്റെ മോളായിട്ടൊരു സംഭവത്തിന് വന്നു കഴിഞ്ഞിട്ട് അപ്പനോട് പുറത്തേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ പ്രശ്നമല്ലേ. സാറിൻ്റെ ആരും തന്നെ അങ്ങനെ ഒന്നും ഇരിക്കാറില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ മോശമല്ലേ അത്. എനിക്ക് പിന്നെ ഒന്നും നടക്കണില്ല, അടുത്ത് പാടിക്കാനും പറ്റണില്ല, പറഞ്ഞും പോയി. ആ ഒരു അല്ലെങ്കിൽ ലയിച്ച് നിൽക്കുമ്പോൾ സംഭവിച്ചാൽ ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്. പണ്ടത്തെ ഈ സന്യാസിമാരില്ലേ, അവർ തപസ് എടുക്കുന്ന സമയത്ത് ശപിക്കുമെന്ന് പറയും അല്ലേ. ഇത്ര നല്ല മനസ്സിന് പവറുള്ള അവരിങ്ങനെ ശപിക്കേണ്ട കാര്യം എന്താണെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇൻവോൾവ്മെന്റ് ഒരുപാടായി കഴിയുമ്പോൾ അതിൽ തന്നെ ലയിച്ചിരിക്കുമ്പോൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒന്നും അവർ അനുവദിക്കില്ല. അപ്പം അറിയാണ്ട് ആ ഒരു പവറിൽ പറഞ്ഞോളാം എന്ന് പറഞ്ഞ പോലെ പെട്ടുപോയി. അവൻ അവിടെ വർക്ക് നിർത്തി. കുറച്ചു നേരം പതുക്കെ പുറത്തിറങ്ങി. പുള്ളി പുറത്തുണ്ട്. ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച പോലെ പുള്ളിക്ക് അത് ഫീൽ ചെയ്തില്ല. പുള്ളി റൈറ്റ് ആളെ രീതി തന്നെ എടുത്തെന്ന് മാത്രമല്ല, പുള്ളി എന്നോട് ഭയങ്കര ക്ലോസ് ആയി. അപ്പോൾ ഞാൻ ഈ ഒരു അവസരത്തിൽ പുള്ളിനോട് ക്ഷമ ചോദിക്കുകയാണ്. അതങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷേ പുള്ളി അത് ഒരിക്കലും മനസ്സിൽ വെച്ചിട്ടില്ലെന്ന് മാത്രമല്ല, എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ആത്മാർത്ഥത പുള്ളി തിരിച്ചറിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് ഒരുപാട് പാട്ട് ജോസ്നയ്ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കഷ്ടപ്പാടിൻ്റെയൊക്കെ ഒരു ഫലമാണ് ഇങ്ങനെ പാട്ട്. ഇപ്പോഴും നമുക്ക് കേൾക്കാൻ പറ്റിയ ഒരു പാട്ടാണ് തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു വേണ്ട ഒരു സംഭവമൊക്കെ ഉണ്ട് അതിലല്ലേ. എൻ്റെ ഉണ്ട്. ഞാൻ ചിന്തിക്കുമ്പോൾ അതാണ് എപ്പോഴും നമ്മളെ ഈ ബൈബിളിലൊരു സംഭവം പറയുന്നുണ്ട്, നമ്മൾ പുറത്തേക്ക് പോകുന്നത് ശ്രദ്ധിക്കണമെന്ന്. ഒരു വാക്ക് പറഞ്ഞു പോയി തിരിച്ചെടുക്കാൻ പറ്റില്ല ആരോടാണെങ്കിലും. അത് ഏത് വികാരത്തിൻ്റെ പുറത്താണെങ്കിലും അങ്ങനെ സംഭവിച്ചു പോയി. സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ചെന്നിട്ട് പുള്ളിയെടുത്ത് എനിക്ക് ക്ഷമ ചോദിക്കാനും പറ്റുന്നില്ല. പക്ഷെ അത് വേണ്ടിയൊന്നുമില്ല. പുള്ളി വന്നു കഴിഞ്ഞിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് എന്നോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ഒന്ന് തോന്നി പുള്ളി കാണിച്ചിട്ടുണ്ടാവില്ലെന്ന് എനിക്ക് വിചാരിക്കണം. തീർച്ചയായിട്ടും. അതിലൊരു പാട്ടും കൂടെ പരാമർശിക്കാതെ പോകാൻ പറ്റില്ല. ചില്ലുജാലക വാതിലിൽ തിരച്ചിലഞ്ഞൊറിയുമ്പോൾ മെല്ലെ ഒന്ന് കിലുങ്ങിയോ കൈവളകൾ അറിയാതെ, മഞ്ജരി പാടിയതാ. മഞ്ജരിയുടെ ആദ്യത്തെ ടോപ്പ് പാട്ടുകളിൽ ഒന്നായിട്ട് കേട്ടിട്ടുള്ളതാണ്. അതിന് ശേഷമാണ് മുറ്റത്തെ മുല്ലേ ചൊല്ലുമൊക്കെ വരുന്നത്. ആ പാട്ട് മഞ്ജരിയെ കൊണ്ട് തന്നെ അത്തരം ഒരു വോയിസ് എന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്ന് ഓർമ്മയുണ്ടോ ഇപ്പോൾ? ചില്ലുജാലക വാതിൽ എന്നുള്ള പാട്ട് സത്യത്തിൽ എൻ്റെ കൽബിന് പകരം ചെയ്തതാണ് പുള്ളി. പക്ഷെ എനിക്ക് ഭയങ്കര വേദന തോന്നി. കാരണം എന്താ വെച്ചാൽ മനോഹരമായിട്ട് വരികളാണ്. പക്ഷേ എൻ്റെ മനസ്സൊരിക്കലും ആ സിറ്റുവേഷനിൽ പറ്റിയതല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരു സാഹിത്യാനെ സംബന്ധിച്ചോളം ഓക്കെയാണ്. അപ്പോൾ കേരളത്തിലെല്ലാവരും ജനങ്ങളെല്ലാം സാഹിത്യകാരന്മാരായിരുന്നെങ്കിൽ ആ പാട്ട് മതിയായിരുന്നു. പക്ഷെ ഇവിടെ ഒരു കൊമേഴ്സ്യലായുള്ള സിനിമയാണ്. സാധാരണക്കാരുണ്ട്, സാധാരണ പച്ച മലയാളി സംസാരിക്കുന്നവരാണ്. അവർക്ക് കൂടുതൽ ഗഹനമായ വാക്കുകളൊന്നും മനസ്സിലാവണമെന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണം, അത് പ്രധാനപ്പെട്ടാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ പാട്ട് പറ്റില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെയാണ് എൻ്റെ കേൾവിലുണ്ടാവുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഞാൻ അദ്ദേഹത്തിനോട് പലതും നമ്മൾ പറയില്ല, വേദന ഉണ്ടെങ്കിൽ പോലും പറയില്ല. നമ്മളുടെ തെറ്റാണ്, കിടപ്പുണ്ട്, ഇങ്ങനെ ഒരു നീറലുണ്ട്, എനിക്ക് മനസ്സിലുണ്ട്. അത് ഞാൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ലൈൻസ് മേടിച്ചു. മേടിച്ചിട്ട് പറഞ്ഞ് ഞാനത് കമ്പോസ് ചെയ്യണം. അപ്പോൾ അന്ന് മഞ്ചേരി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. മഞ്ചേരിനെ വിളിച്ചിട്ട് അന്ന് സാധാരണ ഇതിലൊരു പാട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഓർക്കസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്ക് മാക്സിമം അധികം സമയം കൊടുക്കാണ്ട് തന്നെ വേദനിപ്പിക്കരുതല്ലോ. അതിന് വേണ്ടിയിട്ട് ആ പാട്ടെടുത്തിട്ട് ഞാൻ കമ്പോസ് ചെയ്തിട്ട് വെറുതെ ക്ലിക്ക് മാത്രം കൊടുത്തുകൊണ്ടിട്ട് പാട്ട് പാടിയിടുന്നു. അതിനുശേഷമാണ് അത് വെച്ചിട്ട് ഓർക്കസ്ട്രേഷൻ ചെയ്ത് ആ ക്യാസറ്റിൽ ഞാനത് അത് സത്യം ഓഡിയോസാണ് എടുത്തത്. അദ്ദേഹത്തിന് ഞാനത് ഫ്രീ ആയിട്ടാണ് കൊടുത്തത്. അതിൽ ഇടാൻ പറഞ്ഞുകൊണ്ട് കൊടുത്തു.
ഓ. ഒരു പൈസ ഞാൻ മേടിച്ചിട്ടില്ല. ആ. അത് വേറെ ഒന്നുമല്ല, അതിൽ വന്നം. ഉം. അത് പൈസ എന്ന് വിചാരിച്ചിട്ടല്ല, അത് എൻ്റെ അത് അങ്ങനെയൊക്കെ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പം ഇങ്ങനെ നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് ബോധ്യമായി. എന്നുവെച്ചാൽ ആ സമയത്ത് ഞാൻ ചില്ലാലും ഇടണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും എൻ്റെ കേൾവിൽ നമുക്ക് കിട്ടില്ലായിരുന്നു. ചിലപ്പോൾ അതിലും മനോഹരമായിട്ട് മറ്റേ പാട്ട് വരുമായിരിക്കും, ശ്രദ്ധിക്കപ്പെടുമായിരിക്കും, പക്ഷെ ആ ഒരു പാട്ട് നഷ്ടപ്പെടുമായിരുന്നു. അതിന് വേണ്ടിയാണ് ഈ ചില പാട്ടുകൾ, ഈ പാട്ട് തന്നെ നഷ്ടപ്പെട്ടാനേ വേറെ സംഭവം ഉണ്ട്. കഥ പറയുകയാണെങ്കിൽ അതിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ വന്നിട്ട് ഇത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. ഓ, ഈ പാട്ട് ചില്ലജാലകം. ആ, പക്ഷെ അത് എനിക്കറിയാം, ലാൽ ജോസിനറിയാം, പിന്നെ എല്ലാവർക്കും അറിയാം ഇത് തന്നെയാണ് കറക്റ്റാണ്. ചില്ലജാലയല്ല, എൻ്റെ ഗൽബിലെ. ഓ. ആ, പുള്ളിക്കാരത്ത് എന്നെ വിളിച്ചിട്ട് അലക്സ് സാറെ ഒന്നും വിചാരിക്കരുത്, എനിക്ക് പാട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ പുള്ളിക്കാരത്ത് മാത്രമല്ല പറഞ്ഞത്, ഇതിനുവേണ്ടി ഓർക്കസ്ട്രേഷൻ ചെയ്യണ സമയത്ത് നമ്മുടെ ടീമിലെല്ലാവരും തന്നെ സാർ എപ്പോഴും ചെയ്യണ പാട്ട് പോലെ ആയില്ല എന്ന് പറഞ്ഞു. ഓ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് എല്ലാവർക്കും അത് മനസ്സിലാവില്ല എന്നുള്ളതാണ്. ഓരോ സിറ്റുവേഷനിലും വേണ്ട ഒരു കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം നമ്മളിപ്പോൾ ജീവിതത്തിൽ തന്നെ സംസാരിക്കേണ്ട സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ആ സമയത്ത് കറക്റ്റാണത്, വേറെ സ്ഥലത്ത് യോജിക്കില്ല അത് എന്ന് പറഞ്ഞ പോലെ തന്നെ അതിന് കറക്റ്റ് നമുക്ക് അറിയാം, അതാണ് എൻ്റെ കറക്റ്റ് സ്ഥലമൊന്നും എല്ലാം ബോധ്യമായി. അപ്പോൾ ഞാൻ പ്രൊഡ്യൂസറോട് അന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുണ്ടാക്കണേൽ എഴുതാനുണ്ടാക്കാൻ പറഞ്ഞു. സാധനത്തിൽ ഒരു സിനിമയുടെ എല്ലാ കാര്യവും ഡയറക്ടേഴ്സും ഒക്കെയാണല്ലോ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് പിന്നെ അവർ വെറുതെ പറഞ്ഞതാണ്, അവർ വേദന. അത് നല്ല പാട്ട് ചെയ്തില്ല, അവർ വിചാരിച്ചെന്താ വെച്ചാൽ ഞാൻ അതുവരെ അടിപൊളി പാട്ട് ചെയ്യേണ്ടിരുന്ന ആളായിരുന്നു. ചതിക്കാത്ത എന്തെങ്കിലും ഹുസൈന എന്നുള്ള പാട്ട്, പിന്നെ അമ്പലക്കര തെച്ചിക്കാവിൽ, ഇതിനിടയിൽ അപ്പം അങ്ങനത്തെ ഒരു പാട്ടാണ് അവർ പ്രതീക്ഷിച്ചത്. അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ആ ചിത്രത്തിൽ തന്നെ വേറൊരു പാട്ടിന് ഈ പ്രശ്നം ഉണ്ടായിരുന്നു, കാറ്റാടിത്തണ എന്നുള്ള പാട്ട്. ഇത് സെയിം പ്രോബ്ലം, നടന്മാർക്ക് എല്ലാവർക്കും ആ പാട്ട് അതിലും കൂടുതൽ ഇഷ്ടപ്പെട്ട് അതിൽ തന്നെ ഒരു അടിപൊളി പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, രസ്കർഷൻ ഇതിലുള്ള പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതല്ല അതിന് വരണ്ടേന്ന് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ ചെയ്താണ് കാറ്റാടിത്തണല്ലോ. അതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മനോഹര വരികളാണ്. അതാണെങ്കിൽ ഞങ്ങളെല്ലാ വർക്കുകളും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചെയ്തിട്ടുള്ളത്. ഈ കാറ്റാടിത്തണെല്ലാം ചെയ്യുന്നത് ഞാനിങ്ങനെ ഫോണിലൂടെ ട്യൂൺ പറഞ്ഞു കൊടുക്കുന്നു, പുള്ളി അരമണിക്കൂർ വരെ എടുത്തില്ല എഴുതാനായിട്ട്. കാനനക്കുയിലിന് കാതിലിടാനൊരു കാൽപ്പവൻ പൊന്നു തരാമോ, മോഹൻ സിതാര ചെയ്തതാണ്, ഗിരീഷേട്ടൻ്റെ വരിയാണ്. ഒരു കാൽപ്പവൻ അവിടെ കൊടുത്തപ്പോൾ അരപ്പവൻ തന്നത് ശരിക്കും അലക്സ് പോളിനാണ്. അതിൽ എനിക്ക് ആ തബല കഴിഞ്ഞിട്ട് തബല ഇങ്ങനെ വീണിട്ട് അതേ തബലയുടെ പിച്ചിങ്ങിൽ തന്നെ വീഴുന്നതാണ് അരപ്പവൻ എന്ന് പറഞ്ഞിട്ട് വിധു പ്രതാപന്റെ ശബ്ദമുണ്ട്. ഭയങ്കര രസമായിട്ട് അരപ്പവൻ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ അരപ്പവൻ എത്ര പ്രാവശ്യം വീഴ്ത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. കാരണം അത് കറക്റ്റ് പിച്ചുണ്ട്. അത് നമ്മൾ എപ്പോഴും ശ്രമിച്ചു നോക്കുമ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ഉള്ളിൽ നിന്നിട്ട് അരപ്പവൻ അപ്പോൾ വരുന്നില്ല, അരപ്പവൻ അപ്പോൾ അയ്യോ അത് എങ്ങനെയാണ് അയാൾ പിച്ച് ചെയ്തതെന്ന് ആലോചിക്കില്ലേ. അത് ശരിക്കും അരപ്പവൻ പാടുന്ന ആ അനുഭവം ഇപ്പോൾ ഓർമ്മയുണ്ടോ, ശരിക്കും റീകളക്ട് ചെയ്യാൻ പറ്റുന്നത്? അത് അരപ്പവൻ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിലേ ഗിരീഷ് പുത്തഞ്ചേരിയുടെ കഴിവിനെ പറ്റി ഓർക്കുമ്പോൾ ഞെട്ടിപ്പോകുന്ന കാര്യമാണ്. 5 മിനിറ്റ് പോലും എടുത്തില്ല പുള്ളിയെ തരാനായിട്ട്. ട്യൂൺ കൊടുക്കാണ്ട് എഴുതിയാണ് പുള്ളി അത്. അത് ശരി നോക്കി എങ്ങനെയുണ്ട് നോക്കുമ്പോൾ തോന്നുന്നു, ഓക്കെ സൂപ്പർ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ വേറെ കാര്യം കൂടിയുണ്ട്. അതായത് ആ സിനിമയുടെ സ്വഭാവം അനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, ചിലതിനത് പറ്റില്ല, മനോഹരം. അതുകൊണ്ടാണ് ചില്ലിയാലെ മാറ്റി വെക്കേണ്ടി വന്നത്. ആ പടത്തിനെ അതിൻ്റെ ഡയറക്ടർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ അലക്സ് സാറേ നമുക്ക് അടിപൊളി പാട്ടല്ല വേണ്ടത്, നല്ല പാട്ടുകളെ വേണ്ടതെന്ന് പറഞ്ഞു. ഹിറ്റാണ് പാട്ടല്ല, സൂപ്പർ ഹിറ്റ് ഒന്നും ആവണമെന്നില്ല, നല്ല പാട്ട് മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നാദ എന്നുള്ള പാട്ടൊക്കെ വരുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒരു കഥയും എല്ലാമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് അത് എഴുതി തന്നെ ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളത്. ആ പുള്ളി എഴുതി അത് തരുന്നു. ഭയങ്കര ഫാസ്റ്റാണ് പുള്ളി എഴുതാനായിട്ട്, ഇതെങ്ങനെയുണ്ടെന്ന് നോക്കുന്നു പറഞ്ഞു. സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഞങ്ങൾ ആദ്യത്തെ പടത്തിന് കുത്തിക്കാവിൽ എന്നുള്ള പാട്ടില്ലേ, അത് ഞങ്ങൾ വഴക്കിട്ടുള്ളതാണ്. 4 പേജായിട്ടുണ്ട് ലൈൻസ്. ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഇങ്ങനെ എഴുതണമല്ലോ. പുള്ളിക്കും തോന്നിയിട്ടുണ്ടാവും എന്ത് തല്ലിപ്പൊളി പാട്ടാണെന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. തന്നെ എൻ്റെ വൈഫിന് ആ പാട്ട് ഇഷ്ടപ്പെട്ടില്ല കമ്പോസ് ചെയ്ത് കേട്ടപ്പോൾ. വൈഫ് കണ്ട് പറഞ്ഞു ഇതെന്ത് പാട്ടാണത്, തന്നെ ഇങ്ങനെ കിടക്കല്ലേ. അപ്പം ഞാൻ പറഞ്ഞു കാര്യമുണ്ട്, കഴിയുമ്പോൾ കേട്ടോന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്നല്ല ഗിരീഷ് പുത്തഞ്ചേരി പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഉഴപ്പിയാണ് ആദ്യം എഴുതിയത്. അപ്പം എൻ്റെ ചേട്ടാ ഇതല്ല വേണ്ടത്, ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അതിൽ കവിത ഒന്നും അല്ല വേണ്ടത്. അങ്ങനെയാണ് കാക്കൊത്തിക്കാവിലെ കാവതിക്കാക്കയും കായൽ വരമ്പിലെ കാക്കാനും ഞണ്ടിനും തമ്മിൽ തമ്മിൽ
കാണാ കിന്നാര കഥ പോലെ ഉണ്ടാക്കി. അതെ അതെ അതെ. അതുകൊണ്ട് അവിടെ എല്ലാ കഥാപാത്രങ്ങളെയും ആ പാട്ടിലൂടെ അവതരിപ്പിക്കാൻ പറ്റും. ആ പാട്ടിലൂടെ ഇതിനകത്തൊരു ഹമ്മിങ് കൂടെ ഉണ്ട്. നമ്മളെ അരപ്പവൻ പോനില് ആ ആ, ഇത് ശരിക്കും റിമി എങ്ങനെയാണ്? അതായത് ആക്ച്വലി ആ പാട്ടിനെ വേറൊരാളെയാണ് നിശ്ചയിച്ചിരുന്നത്. പിന്നീട് റിമിയിലേക്ക് വരുന്നത്. റിമിയിൽ നിന്ന് അങ്ങനത്തെ ഒരു പാട്ട് വരുന്നു കഴിഞ്ഞാൽ അത് പുതുമയുണ്ടാവുക, എപ്പോഴും അടിപൊളി മറ്റേ വേറൊരു ജോണറിലുള്ള പാട്ടല്ലേ. പിന്നെ അത് മാത്രമല്ല അതിനു വേണ്ടിയുള്ള ഒരു അർപ്പണവും എല്ലാം ഉണ്ടാവില്ല മനസ്സിന്, അതിനു വേണ്ടി തയ്യാറെടുക്കലും. അതായത് നമ്മൾ പലപ്പോഴും എല്ലാവരും മറന്നുകൊണ്ടൊരു കാര്യമാണ്, എപ്പോഴും തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിമിനോട് പലരും ചോദിച്ചിട്ടുണ്ട് പുള്ളിക്കാരി എപ്പോഴും കോമഡിയാണെന്ന്. അങ്ങനെയൊന്നുമല്ല ജീവിതത്തിൽ അല്ലേ, അവർ ജീവിക്കാൻ വേണ്ടി കോമഡി പറഞ്ഞിരിക്കണേ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഒരു അടിപൊളി പാട്ട് പാടുന്നതിനൊക്കെ മെലഡി പാടാൻ പറ്റും നന്നായിട്ട്. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു. അപ്പോൾ റിമിയുടെ ലൈഫിൽ എനിക്ക് തോന്നണ ഏറ്റവും നല്ല പാട്ടെന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു പാട്ടായിട്ട് പുള്ളിക്കാരത്ത് പറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ അമ്പലക്കര തെച്ചിക്കാവിൽ പൂരം എന്ന് പറയുന്ന പാട്ട് പാടിയിരിക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. എം ജി ശ്രീകുമാർ അത് പാടിയിരിക്കുന്നത് ഒരു കൊഴിഞ്ഞു മറിഞ്ഞൊരു സ്റ്റൈലാണ്. കാരണം ആ സിറ്റുവേഷന് യോജിക്കുന്ന രീതിയിലാണ്. ഒരുപക്ഷെ ആ പാട്ടായിരിക്കാം അടുത്ത പടത്തിലും അതേപോലെ റഹ്മാൻ ഒരു പാട്ട് കൊടുക്കുന്നുണ്ട്. അതിന് കാരണമായത് രാജമാണിക്യത്തിലെ പാട്ടുണ്ടല്ലോ, ആ പാട്ടിന് കാരണമായത് ഈ ഒരു സ്റ്റൈലാണെന്ന് തോന്നുന്നു. അത് എല്ലാവർക്കും ആക്സെപ്റ്റൻസ് വന്നു. പിന്നെ മമ്മൂക്ക ചിത്രങ്ങളിൽ തുടർച്ചയായിട്ട് പാട്ട് ചെയ്തിട്ടുണ്ട് അലക്സ് പോൾ. ആ പാട്ട് പിച്ച് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ എന്തൊക്കെ തരത്തിൽ ആശങ്കയുണ്ടായിരുന്നു? ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റൈൽ ഒരു നാടൻ സ്റ്റൈലാണോ? എവിടെ നിന്നാണ് ഇത് പിടിച്ചത്? എന്താണ് അതിൻ്റെ പിന്നിലൊരു ഒരു ഒരു ഇൻസ്പിറേഷൻ? ഈ അമ്പലക്കര എന്നുള്ള പാട്ട് ഇതുപോലെ തന്നെ ഒരുപാട് സമയമെടുത്ത് പാടിച്ച പാട്ടാണ്. എം ജി ശ്രീകുമാർ എന്ന് വെച്ചാൽ അറിയാമല്ലോ, പെട്ടെന്ന് തന്നെ പാട്ട് പഠിക്കും. തൊണ്ടയിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നല്ല രീതിയിലുള്ള തിങ്സും എല്ലാം വരുന്നത് എല്ലാ പാട്ടുകാരനല്ലേ. അപ്പോൾ എം ജി ശ്രീകുമാർ വരുന്നു, ഞാൻ ഉദ്ദേശിക്കുന്ന ഇതിലേക്ക് അങ്ങോട്ട് വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് ചിലപ്പോൾ എൻ്റെ വട്ടായിരിക്കും. എന്നിട്ട് രണ്ടാമത് പിന്നെ വന്നൊക്കെ പാടിയിട്ടാണ് അത് ഓക്കെ ആവുന്നത്. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ വിളിച്ച് പറയുന്നു, രഞ്ജിത്താണ്, നന്നായിട്ടല്ലോ ഇനി പാടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. ഞാനിപ്പോൾ അങ്ങനെയല്ല, ഒന്നുകൂടി വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ടാമതൊന്നൊക്കെയാണ് പാടിക്കുന്നത്. അത് ഹെവിയായുള്ള ക്ലാസിക്കൽ പാട്ടുകൾ പോലും നിമിഷനേരം കൊണ്ട് 5-10 മിനിറ്റ് കൊണ്ട് പാടിപ്പോകുന്ന ഒരു പാട്ടുകാരനാണെന്ന് ഓർക്കണം. അപ്പം അന്നൊരു സംസാരം തന്നെ ഉണ്ടായി അവിടെ. അതായത് ഇത് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മമ്മൂക്ക റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എം ജി ശ്രീകുമാർ പറഞ്ഞു, ദാസേട്ടൻ പാടുമ്പോൾ ദാസേട്ടൻ്റെ ശൈലി വരും, ഞാൻ പാടുമ്പോൾ എൻ്റെ ശൈലി വരും. അപ്പോൾ മമ്മൂക്ക പറഞ്ഞു, പിന്നെ തീർച്ചയായിട്ടും ഞാൻ അഭിനയിക്കുമ്പോൾ എൻ്റെ ഒരു മുഖം വെച്ചാലേ എനിക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മമ്മൂക്ക് പോയിക്കണേ ഞാൻ പറഞ്ഞ്, ഇവിടെ തൻ്റെ ശൈലി വെച്ച് കുറേ നാളായാലും പാടിക്കൊണ്ടിരിക്കുന്നത്, ഒന്ന് മാറ്റി പിടിച്ചാൽ എന്താ കുഴപ്പം? അങ്ങനെയാണ് പുള്ളി. അപ്പോൾ അതിന് ഒരു ഒന്ന് എന്താ പറ്റുന്നതെന്ന് ശ്രമം നടത്തിയത്. കേൾക്കുമ്പോൾ സിമ്പിൾ പാട്ടായിട്ട് തോന്നുമെങ്കിൽ അത് നിലവിലില്ലാത്തൊരു പ്രയോഗങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അത് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുന്നതാണത്. ഒരു നടപ്പ് വഴി തന്നെ പോകാൻ എളുപ്പമാണ്, മാറി നടക്കാൻ കുറച്ച് പാടുണ്ട്. പാടിൻ്റെ ഒന്നുമല്ല, അതെന്തോ ചിലപ്പോൾ ഒരു പക്ഷേ ആ സമയത്ത് എം ജി ശ്രീകുമാറിനെ ഞാൻ ചെയ്തേക്കണ ഭംഗിയില്ലെന്നൊക്കെ തോന്നിയിട്ടുണ്ടാകും ചിലപ്പോൾ. മേ ബി മനുഷ്യരല്ലേ, തോന്നാമല്ലോ. അപ്പം ഞാൻ നിങ്ങളെ കൊണ്ട് ഒരുപാട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വിളിക്കുന്നു, ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നു, നിങ്ങൾ സാധനം ചെയ്യാൻ പറയുന്നു, നിങ്ങൾക്ക് തോന്നണേ ഞാൻ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, വേറെയിലാണെന്ന് നിങ്ങളുടെ മനസ്സിൽ ചിന്ത വരാമല്ലോ, അതുപോലെ തോന്നിയിട്ടുണ്ടായിരിക്കാം. ഫൈനലി ഒരു രക്ഷയില്ലാന്ന് മനസ്സിലായി. അല്ലെങ്കിൽ അവസാനം ഞാൻ പറഞ്ഞ പോലെ തന്നെ പുള്ളിക്കാരൻ പാടേണ്ടി വന്ന്. അതാണ് കാര്യം. അതൊരു എന്താ വെച്ചാൽ ചിലപ്പോൾ ഒരു വൾഗറായിട്ട് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവും. പൂരം നിങ്ങൾ പറഞ്ഞ ഒരു ബോറായിട്ട് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ എനിക്കറിയാം ആ സിറ്റുവേഷൻ അതാ വേണ്ടത്, അതാണ്. പക്ഷെ ഒരുപാട് പാട്ടുകൾ എം ജി ശ്രീകുമാർ അങ്ങനത്തെ പാടിയിട്ടുണ്ട്. അങ്ങനത്തെ സ്റ്റൈൽ വരുത്തുന്ന പാട്ടുകൾ ലാലേട്ടന് വേണ്ടിയിട്ടൊക്കെ അങ്ങനെയൊക്കെ വഴക്കമുള്ള ഒരു ഉണ്ട്. അതുകൊണ്ടാണല്ലോ എം ജി ശ്രീകുമാറിനെ വിളിച്ചത്. അപ്പൊ അതിൽ നിന്നും ഒന്ന് മാറിയിരിക്കുന്നതാണ്. അത് എം ജി ശ്രീകുമാറിനെ അറിയാൻ പറ്റുള്ളൂ എന്താണെന്നുള്ളത്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പുള്ളി പറയുമായിരിക്കാം അന്ന് സംഭവിച്ചെന്താണെന്നുള്ളത്. പുള്ളിക്ക് അത് 5 മിനിറ്റ് കൊണ്ട് പാടാവുന്ന കാര്യമാണ്. പക്ഷെ ആ സമയത്ത് ടൈം എടുത്തു. പിന്നീട് പോയിട്ട് പിന്നെ രണ്ടാമതൊന്ന് പാടി. ഏതായാലും പാട്ട് സൂപ്പർ ഹിറ്റായി കഴിഞ്ഞപ്പോൾ. ഇത് ഹിറ്റായതുകൊണ്ടാണോ മറ്റേ പാണ്ടിമേളം ഉണ്ടാവാൻ കാരണം? ഓർമ്മയുണ്ടോ അന്നത്തെ സമയത്ത് തുടർച്ചയായിട്ട് വന്നിട്ടുള്ള സിനിമകളാണ്? എനിക്ക് ഇതുവരെയായിട്ട് ഒരു പടത്തിലും ഈ രണ്ടാമത്തെ ഒരു ട്യൂൺ എന്നുള്ള സംഭവം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവർ വന്നിട്ടൊരു സിറ്റുവേഷൻ പറയുന്നു, ട്യൂൺ വരും, അത് മിക്കവാറും തന്നെ അപ്പം തന്നെ വരാറുണ്ട്, സമയം എടുക്കാറില്ല. ഞാൻ പിന്നെ എൻ്റെ റെക്കോർഡ് പ്ലേയിൽ മൂളിയിടും, ആരും കേൾക്കാതെ. പിന്നീട് അന്ന് കേട്ട് നോക്കിയിട്ട് അതിനെ കറക്ഷനൊക്കെ വെച്ചിട്ട് കേൾപ്പിക്കുമ്പോൾ അവർ ഓക്കെ എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടായിട്ടുള്ളതാണ് അമ്പലക്കര ആണെങ്കിലും മറ്റേത്. അമ്പലക്കരയ്ക്ക് ചെറിയ വ്യത്യാസമുണ്ട്. അമ്പലക്കരയിൽ രണ്ടാമത്തെ സിനിമയാണ് എനിക്ക് ബ്ലാക്ക്.
അപ്പോൾ ഈ ചതിക്കാത്തൊന്നും എല്ലാ പാട്ടും ഇറ്റായിക്കപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പുറകിൽ ആൾക്കാർ കൂടുമെന്ന് കരുതി. ഒരുപാട് പേര് വരും. ഒരാളും വന്നില്ല. ഒരു വർഷം കഴിഞ്ഞിട്ട് ചേട്ടൻ തന്നെ വേണ്ടി വന്നു. ലാലിൻ്റെ പടമാണ് അത്, അതെ അതെ. ബ്ലാക്ക്. അങ്ങനെയാണ്. അതിലൊരു പാട്ടേ ഉള്ളൂ. ആ പാട്ട് പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലിരിക്കേണ്ടി വരും. ഞാനാണ് നിലവിലുള്ള എൻ്റെ എല്ലാ വർക്കും നിർത്തിവെച്ചിട്ടാണ് ഇതിന് വേണ്ടി ഇറങ്ങിയത്. എൻ്റെ ആദ്യത്തെ ചിത്രത്തിൽ 5 പാട്ടും ഒറ്റ ട്യൂണേ ഞാൻ കേൾപ്പിച്ചിട്ടുള്ളൂ. അതെല്ലാം റാഫിക്കും മെക്കാഡിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് അതെല്ലാം ആവുന്നത്. പക്ഷെ ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 5 ട്യൂണുകൾ കമ്പോസ് ചെയ്ത് വെച്ചു. എന്നിട്ട് ആദ്യത്തെ കേൾപ്പിക്കുന്നു രഞ്ജിത്തിനെ. രഞ്ജിത്ത് നോക്കിയെന്ന് പറഞ്ഞു. അതല്ല ഒരു 4 വേണ്ട, ഇത് തന്നെ മതി. പുള്ളി സമ്മതിച്ചില്ല. അങ്ങനെ എപ്പോഴും ആ ഒരു സംഭവം ഉണ്ട്. ചിലർക്ക് ചില ശാപം എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും ചിലപ്പോൾ. അതായത് രണ്ടാമത്തേനുള്ള സാധ്യതയില്ല. ആദ്യത്തെ തന്നെ ഓക്കെ എന്ന് പറയാറുണ്ട്. അടുത്തേക്ക് പോകാൻ പറ്റൂല. ഈ പിടിയാന പിടിയാന എന്ന പാട്ടിൽ ശരിക്കും വിനീതിനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അന്ന് മമ്മൂക്കയുടെ വോയിസും വിനീതിൻ്റെ വോയിസും എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ മാച്ച് ആവുമെന്ന് വിചാരിക്കാത്തൊരു സ്പേസിലാണ് വിനീത് ശ്രീനിവാസൻ അത് പാടണം എന്നുള്ള ഡിസിഷൻ എടുക്കുന്നത്. പക്ഷേ അതെങ്ങനെയാണെന്നുള്ളത് ഒരുപക്ഷെ വിനീതിന് പോലും കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷേ പാട്ട് വന്നപ്പോഴത്തേക്ക് രസമുള്ള പാട്ടായിരുന്നു. അതും ഇതേപോലൊരു പ്രത്യേക താളത്തിലും സ്റ്റൈലിലും ഉള്ളൊരു പാട്ടായിരുന്നു. അതെങ്ങനെയാണ് അന്ന് അത് വിനീതിൻ്റെ ശബ്ദം തന്നെ മതിയെന്ന് തീരുമാനിക്കുന്നത്? അത് ചില സന്ദർഭത്തിൽ നമ്മൾ കടുംപിടുത്തമൊന്നും പിടിക്കാൻ പറ്റില്ല. ആ സിറ്റുവേഷൻ വേണ്ടിയിട്ട് മമ്മൂക്കയുടെ സജഷനായിരുന്നു. മമ്മൂക്കയുടെ വൈഫാണ് റെക്കമെൻഡ് ചെയ്യുന്നത് വിനീതിനെ വെച്ചെന്ന് പഠിച്ചാലാണ്. അപ്പം ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ഈ പരീക്ഷണം ചെയ്യാൻ വേണ്ടി ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഒരിക്കലും ചേരാത്ത ഒരു വോയിസ് നമ്മൾ ചേർക്കുക എനിക്ക് രസകരമായിട്ട് തോന്നിയത്. അല്ലാണ്ട് ഞാൻ നെഗറ്റീവായിട്ടല്ല എടുത്തത്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? ഞാൻ തന്നെ ഇതൊക്കെ പറയാൻ പാടില്ല, സാങ്കേതികമായുള്ള കാര്യങ്ങളാണ്. വിനീതിൻ്റെ വോയിസ് 4 ട്രാക്കിൽ പാടിച്ചിട്ടുണ്ട്. അത് ഡീറ്റൊക്കെ ചെയ്യാനുള്ളതാണ്. 4 ട്രാക്കിൽ പാടിച്ചിട്ട് അതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു വേറെ പ്രത്യേക സോഫ്റ്റ്വെയർ ഉണ്ട്, അതിലൂടെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ പൊസിഷൻസ് ഇത്തിരി മാറിക്കിടക്കും രണ്ടാമത് പാടുമ്പോൾ. ഗ്രൂപ്പ് സോങ് പോലെ തോന്നിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്ത് അതിൻ്റെ ടോൺ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് അതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്ക് ഭയങ്കര അനുഭവം വരുന്നത് എന്താ വെച്ചാൽ, അത് നിങ്ങൾ കേട്ടോളൂ. എനിക്ക് കേൾക്കുമ്പോൾ അറിയാതെ അതിൻ്റെ വോയിസ് മമ്മൂക്കയുടെ വോയിസിലേക്ക് കൊണ്ടുവന്നാണ് അത്. ഈ വ്യത്യസ്തമായ വോയിസ് ഉപയോഗിക്കുന്നതിൽ ഇഷ്ടമല്ലേ ഇഷ്ടമല്ലേ എന്നുള്ള പാട്ടിൽ ഷഹബാസ് അൻമനെ ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന വരികളൊക്കെ ഭയങ്കര സുഖമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും അത് അതിന് മുമ്പ് എനിക്ക് തോന്നുന്നു വിദ്യാസാഗർ ഷഹബാസ് അമനെ കൊണ്ട് ചാന്തുകുടഞ്ഞൊരു സൂര്യമാനത്ത് ചാന്തുകൂട്ടിലെ പാട്ട് പാടിച്ചിട്ടുണ്ടായിരുന്നു. ഷഹബാസ് അമനിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഷഹബാസ് അമന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ ഓരോ പാട്ടുകാരെ നമ്മളെ കണ്ടെത്തുന്ന ഒരിക്കലും പാട്ടുകാരൻ നമ്മുടെ അടുത്തേക്ക് വരിക, അതല്ലെങ്കിൽ ആരെ റെക്കമെൻഡ് ചെയ്യുക. ചിലപ്പോൾ കൂട്ടുകാരായിരിക്കും. ഞാനൊരു പാട്ടുകാരനെ കണ്ട് ഇങ്ങനെ കണ്ട വരാൻ പറഞ്ഞു. ഞാൻ ആരെയും ഇതുവരെയായിട്ടും പിന്നത്തേക്ക് വെക്കാറില്ല. സാധാരണത്തിൽ അങ്ങനെ സംഭവമുണ്ട്. പലർക്കും വിശ്വസിക്കാൻ പറ്റില്ല. ഒരു പാട്ടുകാരൻ വിളിക്കുകയാണ്, എങ്ങനെ നമ്പറൊക്കെ സംഘടിപ്പിച്ച് വിളിക്കുകയാണ്. ഞാനൊരു പാട്ടുകാരനാണെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യും, ഇപ്പം തന്നെ വന്നോളൂ എന്ന് പറയുള്ളൂ. ഞാൻ വേറെ സമയത്തേക്ക് വെക്കില്ല. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് എനിക്ക്. അപ്പം തന്നെ ഓഡിഷൻ ചെയ്യും. അപ്പം തന്നെ സ്റ്റുഡിയോയിലാണെങ്കിൽ അവിടെ വരാൻ പറയും. എന്നിട്ട് കേൾക്കും. എന്താ വെച്ചാൽ നമുക്ക് അറിയില്ല എന്നേ നമ്മുടെ മുന്നിലേക്ക് എന്നവൻ. ഞാനിപ്പോൾ നിങ്ങളെ കാണുന്നത് എന്നെക്കാട്ടിയൊക്കെ ഭയങ്കര സെൻസും വിവരവും ഉള്ള ഒരാളായിട്ടാണ്. നിങ്ങളെ മാത്രമല്ല, എല്ലാവരും ഞാൻ അങ്ങനെ കാണുള്ളൂ. അല്ലേ, നമ്മൾ വിലയിടാൻ പാടില്ല. ഞാൻ ഭയങ്കര സംഭവമാണെന്ന് വിടുന്നത് ശരിയല്ല. അപ്പം അങ്ങനെ ആയിരിക്കാം. എപ്പോഴും ആരാ എന്നെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് ദൈവത്തിൻ്റെ നിയോഗം പോലെയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു പാട്ടെന്ന് പറയുന്നത് ലാൽ ജോസ് ഇങ്ങനെ പുള്ളി പറഞ്ഞു, നമുക്ക് ഷഹബാസ് ഒരു പാട്ടുകാരുണ്ട് അത് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി വരുന്നു. ആ പാട്ട് എൻ്റെ വീട്ടിലെ ഹോം സ്റ്റുഡിയോയിൽ വെച്ച് റെക്കോർഡ് ചെയ്തത്. അങ്ങനെ പ്രത്യേകതയുണ്ട്. അതിൽ കൂട്ടുകാരി എന്ന് പാടുന്നത് എനിക്ക് തോന്നുന്നു അത് ഷഹബാസ് അമൻ്റെ വോയിസ്. ഇനി ആർക്കും അത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ആ കൂട്ടുകാരി എന്ന് പാടുന്ന സാധനം ഉണ്ടല്ലോ, ഭയങ്കര ക്യൂട്ടായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ വീട്ടിലെ സ്റ്റുഡിയോയിലാണ്. വീട്ടിൽ വരുന്നു, ഞങ്ങൾ പിന്നെ കറങ്ങാനൊക്കെ പോയി ചായ കുടിച്ചു വന്ന് അങ്ങനെ എൻ്റെ നല്ല സുഹൃത്താണ് പുള്ളി. എന്ന് വെച്ചിട്ട് എപ്പോഴും കാണാറൊന്നുമില്ല, ഇപ്പോൾ കുറേ നാളായി. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ട അയാളുടെ ക്യാരക്ടർ. അപ്പോൾ അതും പ്രധാനപ്പെട്ടാണ്. അങ്ങനെ ആണ് ഈ പാട്ടിലേക്ക് പോകുന്നത്. എൻ്റെ സ്റ്റുഡിയോയിൽ വെച്ച് പാടിക്കാൻ കരുതി. അപ്പോൾ ആ പാട്ട് പാടുമ്പോൾ ഞാനും ഷഹബാസ് മാത്രം ഉണ്ടായിരുന്നല്ലോ. സാറിന് റെക്കോർഡിസ്റ്റ് ഉണ്ടാവുമല്ലോ, ഇല്ലാണ്ടാണ് ആ പാട്ട് പാടിയത്. നമ്മൾ പിടിയാന സംസാരിക്കുന്ന സമയത്ത് ഈ ന ന ന എന്നുള്ള സാധനം പ്രയോഗം, അതിൽ എനിക്ക് തോന്നുന്നു നിഴലാന എന്ന് പറയുന്ന ഒരു പ്രയോഗം വരെ കൈതപ്പുറം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പവിഴമഴ
തോരാത്ത മഴ, ഈ മഴ, എന്നിട്ട് രാമഴ എന്നുള്ളൊരു സാധനം കൊണ്ടുവന്നതുപോലെ ഇതിനകത്ത് നിഴലാന എന്ന് പറയുന്ന പ്രയോഗം, പലതരത്തിലുള്ള ആനകളെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്, പക്ഷേ നിഴലാന എന്ന് പറയുന്ന പ്രയോഗം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ പ്രാസമൊക്കെ സത്യത്തിൽ കൈതപ്രം എങ്ങനെയാണ് വരുത്തിയെന്ന് ഓർമ്മയുണ്ട് ഇപ്പോൾ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോഴേ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. പുള്ളി ഒരു വലിയ കവിയാണ് പുള്ളി അല്ലേ. അദ്ദേഹത്തിനെ കൊണ്ടിട്ട് പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു, അലക്സേ പാവമാണ് പുള്ളി. അലക്സേ ഗിരീഷ് പുത്തഞ്ചേരി നേരെ ഓപ്പോസിറ്റാ പുള്ളി സ്മോള് കഴിക്കില്ല, ഒരു സിഗരറ്റ് പോലും വലിക്കില്ല, ഭയങ്കര ഇതല്ലേ നിഷ്ഠയൊക്കെയുള്ള ആളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പുള്ളി ചോദിച്ചത് പല്ലവിയിൽ മാത്രം പറ്റില്ല കംപ്ലീറ്റ് വരെ. എന്തൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോ ഭയങ്കര കഷ്ടമായിട്ട് പാവത്തിനെ കൊണ്ട് ഞാൻ എഴുതി കുഴപ്പമില്ല, സാറിന് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. സാർ ഭയങ്കര ആധുനികമായിട്ട് മത്സരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഗിരീഷേട്ടൻ വന്ന സമയത്ത് ഗിരീഷേട്ടൻ ആ പാട്ടുകൾ എഴുതുന്നതിനെയൊക്കെ ഉൾക്കൊള്ളുകയും കൈതപ്രത്തിൻ്റെ പാട്ട് അപ്പോഴും അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഗിരീഷേട്ടൻ്റെ പാട്ടൊക്കെ നമ്മൾ അംഗീകരിക്കുമ്പോഴും കൈതപ്രം അവിടെ നിന്നു എന്നുള്ളതാണ്. അത്രയും കോമ്പറ്റ് ചെയ്യുന്ന ആളാണ്. ഇപ്പോഴും പാട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഭയങ്കര ശക്തമായിട്ട് തന്നെ നിലകൊള്ളുന്നുണ്ട്. അത് ഭയങ്കര സുഖമുള്ളൊരു പരിപാടിയാണ്. എന്നാലും കഷ്ടമല്ലേ ഇങ്ങനത്തെ ഒരാളെ കൊണ്ടുവന്നിട്ട് പിടിയാനൊക്കെ പറഞ്ഞാൽ അതാണല്ലോ. സാർ ഒത്തിരി എഴുതിയിട്ടുണ്ടല്ലോ. വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ്, ഐ എം തിങ്കിങ് ഓഫ് യു എന്നുള്ളതും ഒക്കെ ഇംഗ്ലീഷും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഒത്തിരി പാട്ടുകൾ ഡിഫറെൻ്റ് ആയിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ട്. പുള്ളിക്ക് സാറിനൊരു ചലഞ്ചായിട്ടാണ് സാർ എപ്പോഴും പറയാറുള്ളത്. അതേപോലെ തന്നെ ഈ മുറ്റത്തെ മുല്ലേ ചൊല്ലു, കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാൻ ആരാരോ എന്ന് പറയുന്നത് വളരെ ലൈറ്റായിട്ടാണ് നമ്മൾ പാടിയത്. അതിൻ്റെ പിന്നിൽ അധ്വാനമൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ സാധാരണക്കാർ അങ്ങനെ തന്നെ അതേപോലെ ചൊല്ലിക്കൊണ്ട് കിടന്നു. കാരണം അത്രയും സിമ്പിളായിട്ടാണ് അത് വർക്ക് ചെയ്തിരിക്കുന്നതെന്ന്. ഇത് നമ്മൾ സിംപ്ലിസിറ്റി എന്ന് പറയുന്നതായിരിക്കില്ല ഒരു മ്യൂസിക് ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം സിമ്പിളായിട്ടുള്ള, പക്ഷെ നമുക്കത് അനുകരിക്കാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിന്നിൽ അങ്ങനെ തന്നെ, അല്ലെങ്കിൽ വരികളാണോ അതിലേക്ക് നയിച്ചത്, അത് അങ്ങനെ തന്നെയാണോ കൺസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും? തീർച്ചയായിട്ടും. അതായത് നമ്മൾ ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ സിനിമകളാണെങ്കിൽ അവാർഡ് പാടമല്ലല്ലോ, നമ്മൾ എൻ്റെ കഴിവ് കാണിക്കാൻ വേണ്ടിയല്ല. ഞാനെപ്പോഴും എൻ്റെ സിനിമയിൽ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ആ സിനിമയിലായിട്ട് ചേർന്ന് നിൽക്കുന്ന പാട്ടുകളാണ് വേണ്ടത്. അവിടെ എന്നെ കാണാൻ പാടില്ല. ഈ പടത്തിന് ഇത് അലക്സ് പോൾ മ്യൂസിക് എന്ന് പറയരുത്. പണ്ടെല്ലാം അങ്ങനെ ആയിരുന്നു. പണ്ടെല്ലാം ഇപ്പോൾ സലിം ചൗധരിയുടെ പാട്ടുകൾ കേട്ട് നമുക്കറിയാം സലിം ചൗധരിയുടെ പാട്ടാണെന്നുള്ളത് അല്ലേ. അങ്ങനെ പല ആളുകളിൽ നമ്മളതിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വരാൻ പാടില്ല എന്ന് എനിക്കൊരു നിർബന്ധം ആഗ്രഹമുണ്ട്, അതിനൊരു ശ്രമം എല്ലാം ഉണ്ടായിരുന്നു. എനിക്കത്ര വലിയ സാഹിത്യമുള്ള ആളല്ല, ഒരു സാധാരണക്കാരനാണ്. അപ്പോൾ അതുപോലെ തന്നെ ആളുകൾക്ക് മനസ്സിലാകണം. അതിൽ ശരത്ത് തന്നെ പലപ്പോഴും എന്നെ ഉപദേശിച്ചിട്ടുണ്ട്, നമുക്ക് ആളുകളുടെ ഒരു സാഹിത്യം അവർ ഡെവലപ്പ് ചെയ്യാനൊരു ധർമ്മം കൂടി നമുക്കില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പുള്ളി. ഞാൻ അതൊക്കെ ഉണ്ട്, പക്ഷെ പ്രൊഡ്യൂസർക്ക് പൈസ തിരിച്ചിട്ടുണ്ട്. പിന്നെ ആയിരക്കണക്കിന് പാട്ടുകളല്ലേ വരുന്നത്. അതിനിടയിൽ ഏറ്റവും ഈ എപ്പോഴും ഒരു സംഭവം എന്ന് വെച്ചാൽ ഒന്നാമന് മാത്രമേ വിലയുള്ളൂ, രണ്ടാമന് ആർക്കും വേണ്ട. സിനിമയിൽ പ്രത്യേകിച്ചും പൈസ പ്രോബ്ലം അല്ല അവിടെ. ഏറ്റവും നല്ല ആരാണ് അവരെ വിളിക്കുന്ന ഒരു പ്രവണത ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് രണ്ടാമതാകാൻ പറ്റില്ല, ഒന്നാമത് തന്നെയാണ്. ആ ഒരു ഉത്തരവാദിത്തം കംപ്ലീറ്റ് ഇപ്പം നിലവിലുള്ള മ്യൂസിക് ഡയറക്ടറിനാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ആ രീതിയിൽ തന്നെ ലൈൻസ് വേണമെന്ന് പറയും. പക്ഷേ ഈ ശരത്ത് അതിൽ നിന്നുകൊണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ പിന്നീട് ഞാൻ ആ വരികളുടെ ഒരു മഹത്വം ആലോചിക്കുകയാണ്. കാറ്റിനെ പറ്റിയാണ് ആ പാട്ട്, അറിയാമോ അത്? പക്ഷെ ഒരു സ്ഥലത്ത് പോലും കാറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ അയാളെ കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്നത്. അന്നൊക്കെ അത് ഓർക്കുന്നില്ല. അന്ന് നമ്മളെപ്പോഴും പോരാ എന്ന് പറയാൻ നമുക്ക് താല്പര്യം. നമ്മളതിനാണ് സന്തോഷം കാണിക്കില്ല. എന്താ വെച്ചാൽ ഇത്തിരി കൂടെ നല്ല വന്നാലോ. അപ്പോൾ ചതിക്കാത്ത ചന്തുവിൽ ഗിരീഷേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം തന്നെ ഗിരീഷേട്ടനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ സന്തോഷ് വർമ്മ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും നിങ്ങളുടെ കോംബോ ശരത് വയലാറും അലക്സ് പോളും ആയിരുന്നു ഏറ്റവും കൂടുതൽ കോംബോയിൽ സക്സസ് ആയിട്ടുള്ള ഒരുപാട് പാട്ടുകൾ ചെയ്തത്. അതൊരു പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ തന്നെ തുടർന്നത്? അതൊരു സിറ്റുവേഷൻ ആയിരുന്നോ, അത് മനസ്സുകൊണ്ട് അങ്ങനെ തന്നെ ആഗ്രഹിച്ച് തുടർന്നതായിരുന്നോ? തീർച്ചയായിട്ടും. അതായത് ശരത്ത് ഞാനായിട്ട് നല്ല ചേർച്ചയായിരുന്നു. എന്നെ പുള്ളിക്ക് സഹിക്കാൻ പറ്റുമായിരുന്നു, പുള്ളിനെ എനിക്ക് സഹിക്കാൻ പറ്റും, അങ്ങനെ വേണമെങ്കിൽ പറയാം. മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഞാൻ പറയാതെ തന്നെ പുള്ളിക്ക് ഇങ്ങനെ എൻ്റെ നോട്ടത്തിലും എല്ലാത്തിലും ഞാനിങ്ങനെ ആരെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് വിചാരിക്കുന്നത്. എനിക്കറിയില്ല ഇനി വേദനിപ്പിക്കുന്നുണ്ടോന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് 100% ഓക്കെ അല്ലെന്ന് തോന്നിയ പുള്ളിക്ക് മനസ്സിലാക്കുകയും അങ്ങനെയൊക്കെ പുള്ളി ചെയ്യുമായിരുന്നു. പിന്നെ ഇത്രയും വലിയൊരാളായിട്ട് പോലും ഇങ്ങനത്തെ ഒരു നിഷ്കളങ്കത അയാളുടെ മനുഷ്യനെ കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് പലപ്പോഴും അസൂയ തോന്നിയിട്ടുണ്ട് ഇദ്ദേഹത്തിനോട്. അതായത് ഹോട്ടൽസിലൊക്കെ ഹോട്ടലിൽ എന്തൊക്കെയാണല്ലോ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ മാസങ്ങളായിട്ട് ഹോട്ടലിൽ അവരൊക്കെ ആയിട്ട് നല്ല ബന്ധങ്ങളായിരിക്കും.
ഇദ്ദേഹം ആദ്യമായിട്ടായിരിക്കും അവിടെ വരുന്നത്. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് അവരെല്ലാം പിടിച്ചെടുക്കും പുള്ളി. കുറെ കഴിയുമ്പോൾ എൻ്റെ അടുത്ത് ശരത് സാർ വന്നില്ലേ എന്ന് ചോദിക്കും. അപ്പം എനിക്കത് അസൂയ തോന്നും. അങ്ങനെ ആളുകളെ പിടിച്ചെടുക്കാനായിട്ട് അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടെന്താ, അത്ര ശുദ്ധനല്ലോ എന്ന് പറയാൻ. ഈ പാട്ട് നമ്മൾ മലയാള സിനിമയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ആ സിറ്റുവേഷനെ എൻഹാൻസ് ചെയ്യാനുള്ള കാര്യമായി മാത്രമായിട്ടാണ്. മുൻപാണെങ്കിൽ പാട്ടൊരു ജോണർ തന്നെയായിരുന്നു. ഇത്ര പാട്ടുകൾ വേണമെന്നൊക്കെ ആയിരുന്നു നമ്മുടെ ഡിസ്കഷൻസ്. ഇവിടെ ഒരു പാട്ട് അവിടെ ഒരു പാട്ടെന്നൊക്കെ. ഇന്ന് അങ്ങനെയല്ല. പാട്ട് ചെയ്താൽ പോലും ഇത് വലിച്ചിടുന്നത് വേറൊരു തരത്തിലായിരിക്കും. ആ സിറ്റുവേഷനിൽ ചിലപ്പോൾ 2 വരികൾ മാത്രം ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ റാപ്പേഴ്സിനെ കൂടുതൽ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒത്തിരി പാട്ടുകളിൽ നമ്മൾ ഈ അടുത്ത കാലത്തുള്ള സിനിമകളിലൊക്കെ റാപ്പേഴ്സിൻ്റെ സാന്നിധ്യവും അവർ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു അവസ്ഥയിലൊക്കെ എത്തിയിട്ടുണ്ട്. ഈ മാറ്റമൊക്കെ ശരിക്കും ഒബ്സർവ് ചെയ്യുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു, കേൾവി കുറവാണെങ്കിൽ പോലും തീർച്ചയായിട്ടും അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ റാപ്പ് മ്യൂസിക് എന്ന് പറയണത് മോശമുള്ള കാര്യമൊന്നുമല്ല. ഇതൊന്നുമല്ല, ഇനി ഒരുപാട് ഡിഫറെൻ്റ് ആയുള്ള, ഞാനിങ്ങനെ കേൾക്കുന്നില്ല എന്ന് പറയുമെങ്കിൽ പോലും ഡിഫറെൻ്റ് ആയുള്ള മ്യൂസിക് ശൈലികൾ ഞാൻ കേൾക്കാറുണ്ട്. അത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വിധത്തിലാണ്. അതായത് പലർക്കും ഒരു ധാരണയുണ്ട് സംഗീതം എന്ന് പറയണത് നമുക്ക് ആനന്ദം കിട്ടുന്നതാണ്, അതാണെന്നൊക്കെ. നേരെ തിരിച്ചായിട്ടുള്ള എഫക്റ്റിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനത്തെ സംഗീതമുണ്ട്. അപ്പോൾ അത് സംഗീതം തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഡിഫറെൻ്റ് ആളുള്ള ഒരുപാട് അത് നമ്മൾ പരീക്ഷിച്ചിട്ടില്ല. മലയാളത്തിൻ്റെ ഒരു പരിമിതികളുണ്ട്, എഴുതാനുള്ള ബുദ്ധിമുട്ടും അതും കൂടി നമ്മൾ പരിഗണിക്കണമല്ലോ. ഇപ്പോൾ ഒറ്റക്ഷരമുള്ള രീതിയിൽ നമ്മൾ കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എഴുതണവർക്ക്. ഞാനെപ്പോഴും ഒരു പാട്ട് കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തന്നെ എഴുതി നോക്കാറുണ്ട്, നടക്കുമെന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ പക്ഷേ ഇത്തിരി കഷ്ടപ്പെടുത്തിയൊക്കെ ചെയ്യാൻ ഡിഫറെൻ്റ് ആൾ സാധനം കിട്ടുമായിരിക്കും. ഒറ്റക്ഷരം എന്ന് പറയുകയാണെങ്കിൽ ആയുണ്ട്, എന്താണ് എന്ത് പറയാം, നീ എന്ന് പറയാം, അല്ലേ, വാ എന്ന് പറയാം. കുറച്ച് വാക്കുകളല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പരിമിതിയാണ്. തമിഴോ തെലുങ്ക് പോലെയല്ല. തമിഴിൽ ഞാൻ ഇതില്ലേ ഒരു പടത്തിൽ തമിഴ് പാട്ട് ചെയ്തപ്പോൾ ഏതാണ് ഓലെ ഓലെ ഓലെ, അതിനെ ഒരു ട്യൂൺ കൊടുത്തപ്പോൾ നിമിഷ നേരം കൊണ്ട് 5 ടൈപ്പ് ലിറിക്സാണ് അടിച്ച് തന്നെനിക്ക്. അത്ര ഫാസ്റ്റായിട്ട് എഴുതാൻ പറ്റും. മലയാളത്തിൽ അങ്ങനെ പറ്റില്ല, കുറച്ചൊരു ബ്രോഡാണ് ആ ഭാഷ. അതെ അതെ അതെ. അപ്പോൾ ആ പരിമിതികളും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ റാപ്പിനും വഴങ്ങുന്നുണ്ടെന്നുള്ള മനസ്സിലാക്കാൻ പറ്റി. കുറേ പാട്ടുകളെല്ലാം ഹിറ്റായിട്ടുണ്ടല്ലോ, വലിയൊരു കാര്യമാണ്. ഈ അച്ഛനുറങ്ങാത്ത വീട്ടിൽ സിയോൻ മണവാളൻ, യേശുരാജരാജൻ, സഞ്ചാരിയൻ, ജീവന്റെ നാഥൻ എന്ന് പറയുന്ന പാട്ട്, ഈ പാട്ട് ടൈറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന പാട്ടാണ്. പക്ഷേ പിന്നീട് സിനിമയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്, വേറൊരു സന്ദർഭത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ആദ്യം കിട്ടിയിരുന്ന ആ സുഖമല്ല നമുക്ക് കിട്ടുന്നത്, അവിടെ വേറൊരു കോണ്ടസ്റ്റിലാണ് ഇത് വരുന്നത്. ഈ പാട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു കോണ്ടസ്റ്റിൽ പിന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നേരത്തെ അറിയാമായിരുന്നു? ലാൽ ജോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അതേ ഇതൊരു ഭക്തിഗാനം മൂഡിൽ അല്ലെങ്കിൽ ഒരു അത്തരത്തിലൊരു ആവേശം ഉണ്ടാക്കുന്ന ഒരു മൂഡിൽ തന്നെ മതി എന്നായിരുന്നു പറഞ്ഞിരുന്നത്? എന്തായിരുന്നു ആ കമ്മ്യൂണിക്കേഷൻ? സിനിമയിലെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ മുന്നോട്ട് പോകുമ്പോൾ ഷൂട്ടിങ് പുരോഗമിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ക്ലാസ്മേറ്റ്സിലൊക്കെ അങ്ങനെ സംഭവിച്ചുള്ളതാണ്. രണ്ടാമത് പിന്നെ ആ പാട്ട് വരുന്നു, അതൊക്കെ അങ്ങനെ വരുന്നതാണത്. അപ്പോൾ അത് ആദ്യം തീരുമാനിക്കണമെന്നില്ല. ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ 2 രീതിയിലൊക്കെ ചെയ്തതാണ്. എനിക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. മാക്സിമം ഞാൻ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും അതെല്ലാം ഞാൻ ചെയ്യുന്ന ആളാണ്. 2 രീതിയിൽ ഓർക്കസ്ട്രേഷനൊക്കെ ഞാൻ ചെയ്താണ്. അത് ചെയ്തില്ലല്ലോ, സെയിം തന്നെ എടുത്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. ആവേശം ഉണ്ടാക്കുന്ന ഒരു എലമെൻ്റ് അതിനകത്തുണ്ട്. പെന്തക്കോസ്ത് പ്രസംഗങ്ങൾ പോലെ ആവേശം ഉണ്ടാക്കുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. ഈ എലമെൻ്റ് ഉള്ളിലേക്ക് വന്നിട്ട് അത് ഭയങ്കര രസമായിട്ട് ഹല്ലേലൂയയൊക്കെ ഉപയോഗിച്ചിട്ട് അത് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. ആ പാട്ടിങ്ങനെ റെക്കോർഡിങ് അതിൻ്റെ മൂഡ് നടക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലും അങ്ങനെ ഒരു ഇത് വേണ്ടേ, ഒരു ആവേശം നമ്മുടെ ഉള്ളിലുണ്ടാവില്ലേ? ആ പാട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് അനുഭവത്തിലൂടെയാണ് അപ്പോൾ കടന്നുപോയത്? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ ഈ ആരെന്നെ വിളിച്ചു കഴിഞ്ഞാലും ഞാനൊക്കെ പരിഗണിക്കാൻ നോക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഈ പാട്ട് കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഓർക്കസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാൽമിഡിയ മേലെ റൂമിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് താഴെ റിസപ്ഷനിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ എന്നെ കാണാനായിട്ട് മേലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ അസിസ്റ്റൻറ്റേഴ്സ് ഉണ്ടല്ലോ, ഇവരാരും അടുപ്പിക്കില്ല. അവരുടെ കടമയും കൂടിയാണ്. ആ ഒരു മൂഡൻ്റെ കളയാണ്ടിരിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന നന്മ തന്നെയാണത്. ഞാൻ പോകാൻ പോയപ്പോൾ കൂടി വെച്ചാൽ പറഞ്ഞല്ലോ, സാറേ പുള്ളി 3 മാസം എൻ്റെ പുറകെ നടക്കുന്നത്, ഞാൻ സാറെ കാണിക്കാണ്ട് വെച്ചിരിക്കുകയാണ്, പുള്ളി വന്ന കുഴപ്പമാണ്. അപ്പോൾ ആരാടാന്ന് ചോദിച്ചു. പുള്ളിയുടെ പേര് പറയാം. പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറുതായിരുന്ന സമയത്ത് ഈ ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഗാനങ്ങളൊക്കെ ഞാൻ ഫ്രണ്ടിൽ നിന്നിട്ട് ഭയങ്കര ഇഷ്ടത്തോടെ കേട്ടുള്ള ഒരാളാണ്. പക്ഷെ വർഷങ്ങളായിട്ട് പുള്ളിയുടെ ഒരു അഡ്രസ്സൊന്നുമില്ല.
അദ്ദേഹമാണ് 3 ദിവസമായിട്ട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുള്ളത്. അത് മറ്റവനറിയില്ല. ഞാനപ്പോൾ തന്നെ പറഞ്ഞു, ഇല്ല എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഇവൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ അസിസ്റ്റൻ്റ് അവിടെ പറഞ്ഞ് താഴെ ഒരു സെക്കൻഡ് കൂടെ താഴെ ചെന്നിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിനോട് പറഞ്ഞു 2 മിനിറ്റ് കൂടുതൽ സംസാരിക്കരുത്, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വേഗം പറയണം, പുള്ളിയുടെ വർക്ക് ചെയ്യേണ്ടിയിരിക്കുകയാണ്, വേഗം വിട്ടോണം, സാറി ഇരിക്കാനൊക്കെ പറയും, അപ്പം നിങ്ങൾ ഇരിക്കരുത്. ഇരിക്കരുതെന്ന് വെച്ചാൽ 2 മിനിറ്റ് എഴുന്നേക്കണം, എന്നിട്ട് സാറേ ശരിയെന്ന് പറഞ്ഞിട്ട് എഴുന്നേക്കണം, അല്ലെങ്കിൽ സാറ് ഇരിക്കാൻ പറയും, അവിടുത്തെ വർക്ക് മുടങ്ങും, പണിയാവുമെന്ന് പറഞ്ഞു. അവരുടെ പണി അത് തന്നെയാണ്, അങ്ങനെ തന്നെ ചെയ്യണം, അവർ ചെയ്തത് ശരിയാണ്. ഞാൻ താഴെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി തുടക്കം പോലെ പുള്ളി ഇരിക്കുന്നില്ല, ഇരിക്കുന്നില്ല പുള്ളി. അപ്പോൾ നിങ്ങൾ ഇരിക്കുക എന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് അറിയാമോ പണ്ട് നിങ്ങളുടെ പാട്ടൊക്കെ കേട്ട് ഞാൻ വണ്ടടിച്ചിരുന്നുണ്ട്. അതൊക്കെ ശരിയാണ് സാറേ. അപ്പോൾ അയാളപ്പോൾ തന്നെ പേജിലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞ വാക്കുകളൊക്കെ ഉപയോഗിക്കുകയാണ് പുള്ളി. ഞാൻ 10 വർഷമായിട്ട് യേശുവിൻ്റെ മാർഗത്തിലാണ്. അപ്പോൾ എനിക്ക് റൈറ്റായിട്ടൊരാള് ഈശ്വരൻ പെട്ട പോലെ എനിക്ക് തോന്നിയത്. ഞാൻ അദ്ദേഹത്തിനോട് നിങ്ങൾ കാര്യം നേരെ സ്റ്റുഡിയോയിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. വന്നോടെ തന്നെ അപ്പോൾ പുള്ളിക്കൊന്നും പിടുത്തം കിട്ടിയില്ല. ഞാൻ നേരെ മേലെ സ്റ്റുഡിയോ ഉണ്ട്, 4 മണിയിലാണ്, അവിടെ റൂമിലേക്കാന്ന് പറഞ്ഞു. പുള്ളി ചെല്ലുന്നു, പിന്നെ റെക്കോർഡ് സ്റ്റോൺ മൈക്കൊക്കെ അറേഞ്ച് ചെയ്യാൻ പറയുന്നു, പാട്ട് പാടിക്കാണ്. അപ്പോൾ അസിസ്റ്റന്റ് ഞെട്ടിപ്പോയി. അവര് എന്താ വട്ടാറ്റാണോ ആ ഒരു വട്ടം എനിക്കുണ്ട്. അത് ഭയങ്കര അങ്ങനെയാണ് പുള്ളി സെബാസ്റ്റ്യൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, സണ്ണി സെബാസ്റ്റ്യൻ എന്നല്ല. അടിപൊളി. അങ്ങനെ പുള്ളി അതിൽ പാടി. അത് ഭയങ്കര വല്ലാത്ത കഥയല്ലേ. ഈ ടു ഹരിഹർ നഗറിൽ വരുമ്പോൾ ഇൻ ഹരിഹർ നഗർ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പരിഷ്കരിക്കുക, ആധുനികമാക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. എന്നാൽ അതേ മ്യൂസിക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു നിഷ്കർഷമുള്ളൊരു മനുഷ്യനാണ് അലക്സ് പോള്. അപ്പം ആ സമയത്ത് ഈ നമ്മൾ പാടിപ്പതിഞ്ഞ ചില സാധനങ്ങളെ മാറ്റുമ്പോൾ ഇഷ്ടപ്പെടാത്തൊരു ആൾക്കാരാണ് നമ്മൾ. അതിപ്പോൾ കവർ സോങ് പോലും നമുക്ക് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെ എങ്ങനെയാണ് ആ ചാലഞ്ചിനെ? അതായത് ആളുകൾ പറയാറില്ലേ, ജീവിക്കാൻ വേണ്ടി മരിക്കാൻ പറ്റുന്ന നമ്മൾ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി, നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് കുഴപ്പമില്ലാത്തതിൽ ഇങ്ങനെ ഒന്നാമൻ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ പറയാം, അങ്ങനെ നിൽക്കുന്ന ടൈമും കൂടിയാണ്. അപ്പോൾ ആ പടത്തിന് വേണ്ടി പുള്ളി ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാണ് തനിയെ. അതിൽ ഞാൻ സംഗീതം ചെയ്യണമെന്ന് പറയുമ്പോൾ എനിക്കൊന്നും വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ പാട്ട് രണ്ടാമത് ചെയ്യുമെന്ന് കരുതിയില്ല. പക്ഷെ ആ പടത്തിന് അത് ആവശ്യമാണ്, പഴയ പാട്ട് വേണം. ഞാൻ ധർമ്മസങ്കടത്തിലായി, എന്ത് ചെയ്യുമെന്നുള്ളതായി. അപ്പോൾ അത് ഞാൻ പിന്നെ വളരെ വിഷമിച്ച് ലാലിന് വേദന വരാത്ത രീതിയിൽ ലാലിൻ്റെ വീട്ടിൽ പോയിട്ട് എനിക്ക് കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രശ്നമുണ്ടല്ലോ, അദ്ദേഹത്തിന് ഭയങ്കര ഫീൽ ചെയ്തു ആ പാട്ടുകൾ, പിന്നീട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. പുള്ളി ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി ഇപ്പോൾ ആ ഫീൽഡിലൊക്കെ വിട്ടിട്ട് വേറെ ഇതിലൊക്കെ നടക്കുകയാണ്. പുള്ളി വളരെ സന്തോഷത്തോടെ തന്നെയാണ് ഞാൻ എടുത്തതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനത് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കറിയാം അതെനിക്ക് ദോഷം ചെയ്യുന്നത് കൂടിയാണെന്നറിയാം. നിലവിലുള്ള പാട്ട് തന്നെ എടുത്ത് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ സ്പീഡാക്കും അതൊക്കെ ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കൽവിലെടുത്തിട്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരാൾ ചെയ്യുമ്പോഴുള്ളൊരു പ്രശ്നമുണ്ടല്ലോ മറ്റേ അല്ലേ. പുള്ളി ഫീലിംഗ് ഒന്നുമില്ല, ചെയ്യുമെന്ന് പുള്ളി അനുഗ്രഹിക്കുക എല്ലാം ചെയ്തെങ്കിൽ പോലും ഇനി അത് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറയട്ടെ. അതെങ്ങനെയാണ് ജീവിതം, അങ്ങനെയല്ലേ. ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ വേണ്ടി വരും. പിന്നെ മാത്രമല്ല ഭയങ്കര ഫാസ്റ്റായ രീതിയിലാണ് അതിൻ്റെ പാട്ടുകളെല്ലാം. അതിൽ ഒരു ഇംഗ്ലീഷ് സോങ് ഉണ്ട്, അതിൻ്റെ മോളിൽ എഴുതിയാണ് അതിൽ. ഈ പാട്ടുകൾ സ്വയം തന്നെ ബോറടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് മുൻപ്. സ്വന്തം പാട്ടുകൾ തന്നെ ചിലതൊക്കെ റിപ്പീറ്റ് കേൾക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ കേൾക്കാറില്ല. അതൊരു പക്ഷേ നമ്മളെപ്പോഴെങ്കിലുമൊക്കെ ഈ കാലത്തെ ഓർക്കുമ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ആ കാലത്തെ കൂടെ റീകളക്ട് ചെയ്യാൻ പറ്റില്ലേ. അപ്പം ചിലർക്കൊക്കെ പാട്ട് ആ കാലത്തിൻ്റെ റീകളക്ഷനാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അലക്സ് പോളിൻ്റെ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് നമ്മൾ ആ കാലത്തേക്ക് പോവുകയാണ്. എൻ്റെ കൽബിലേക്ക് കേൾക്കുന്ന സമയത്ത് നമ്മൾ ആ കാലത്തിലേക്ക് നോസ്റ്റിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ സ്വന്തം പാട്ടിൽ അങ്ങനെ ഒരു റീകളക്ഷനോ അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല. അല്ല, അതെ, സത്യം പറഞ്ഞാൽ ആ പാട്ട് കേൾക്കുന്നതിനെക്കാട്ടും എനിക്ക് ഇഷ്ടം തോന്നാറുണ്ട് എൻ്റെ മുമ്പിൽ നിന്ന് ആരെങ്കിലും ആ പാട്ട് പാടുമ്പോൾ. അപ്പം ഞാൻ ലിറിക്സ് ആയിരിക്കും ശ്രദ്ധിക്കുന്നത്, മറ്റേ ട്യൂണിലേക്ക് പോകും അറിയാതെ. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന അനുസരിച്ചിട്ടല്ലേ. ഇപ്പം നിങ്ങൾക്കെന്ന് പറയണല്ലോ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, അവൻ കുറേ ആളുകൾ പോകുന്നുണ്ട്, അതിനിടയ്ക്ക് പെണ്ണിൻ്റെ പെങ്കൊച്ചിൻ്റെ ആരൊക്കെ ആയിരിക്കും അവൻ്റെ കണ്ടു പോണത്. അവന് ഇഷ്ടമതായിരിക്കും അല്ലേ, പെൺകുട്ടി കാണാൻ കൊള്ളാമല്ലോ. വേറെ ഒരു ആമ്പിള്ളേരുണ്ട്, അവരാരും കാണില്ല, അങ്ങനെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സ് ആദ്യം പോകുന്ന ട്യൂണിലേക്കായിരിക്കുള്ളൂ.
അതിലേക്ക്. അപ്പോൾ അതുകൊണ്ടിട്ട് എന്നെ ലിറിക്സ് ശ്രദ്ധിക്കില്ല. അപ്പോൾ ഒരാൾ നേരെ മറിച്ച് ഇപ്പം നിങ്ങൾ എന്നെ ലൈൻസ് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത ഫീൽ ചെയ്തു, അല്ലേ, അറിയാവുന്നതാണെങ്കിൽ പോലും. അപ്പം നൊസ്റ്റാൾജി എല്ലാം ഉണ്ടാകുന്നു, അതാണ് കാര്യം. പിന്നെ ഈ എൻ്റെ കൽബിൽ എന്നൊക്കെ പറയുന്നത് നമ്മൾ കേൾപ്പിച്ച് നമ്മൾ കൊന്നെടുത്ത പാട്ടുകളാണ്. അത് പ്രശ്നമുണ്ട്. ഞാനിപ്പോൾ എവിടെയും ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എൻ്റെ കൽബിൽ എവിടെയും നടന്നു വരുന്നത്, അല്ലേ. അതിൻ്റെ ഒരു ആവർത്തന വിരസതയുണ്ട്. ഇപ്പം നിങ്ങൾ മിക്കവാറും ഇതിൻ്റെ തുടക്കം എന്നെ കാണിക്കുമ്പോഴും ആ പാട്ട് ചിലപ്പോൾ ഇടുമായിരിക്കും നിങ്ങൾ ടൈറ്റിലായിട്ട്. അപ്പം ഞാനത് കാണാതിരിക്കുമ്പോൾ ഈ സാധനം എനിക്ക് കേൾക്കുന്നത്. അത് മോശമെന്ന് വിചാരിച്ചിട്ടല്ല, ട്യൂണാണല്ലോ ഞാൻ കേൾക്കുന്നത്, അതുകൊണ്ടിട്ടാണ്. ലിറിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെയല്ല, അത് കാലങ്ങളിൽ അതിജീവിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇവരെഴുതിയ അതല്ല. സാർ, അച്ഛനുറങ്ങാത്ത വീട് പറഞ്ഞപ്പോൾ ഒഴുകുകയായി പുഴ പോലെ എന്നുള്ളതിൽ ആദ്യം മെയിൽ പോർഷൻ വന്നതിന് ശേഷമാണ് ആദ്യാനുരാഗം എന്ന് പറയുന്ന സുജാത ചേച്ചിയുടെ വരുന്നത്. ആദ്യാനുരാഗം എന്ന് പറഞ്ഞ് വരുമ്പോഴുണ്ടല്ലോ, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ പോർഷൻ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് കാത്തിരുന്നിട്ടുണ്ട്. അത് ചില പാട്ടുകളിൽ നമ്മൾ അനുപല്ലവിയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹുക്ക് ലൈനോ ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. അത് ഭയങ്കര സുഖമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആ പോർഷനെ അങ്ങനെ തന്നെയാണോ ഹാൻഡിൽ ചെയ്തിരുന്നത്, അതേ പിൽക്കാലഘട്ടത്തിൽ അത് ഹിറ്റായി പോയതാണോ, എന്താണ്? അത് സുജാത ചേച്ചി വളരെ ഗൗരവമായിട്ട് പാട്ടിന്, എല്ലാവരും ഗൗരവമായിട്ടാണ് കാണുന്നതല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. സുജാത ചേച്ചിയൊക്കെ എനിക്ക് വേണ്ടി പാടാനായിട്ട് വരുമ്പോൾ ഇവിടെ എറണാകുളത്ത് വന്നിട്ട് ഒരു ദിവസം മുന്നേ തന്നെ വരും, വന്നിട്ട് റൂം എടുത്ത് താമസിക്കും. ഇത്രയും കഴിവുള്ള ആളല്ലേ, എന്നിട്ട് വരും. ഞാൻ നേരത്തെ വന്ന് പാട്ടൊക്കെ കേട്ട് നേരത്തെ പാട്ട് കൊടുക്കാറുണ്ട്. അത് പഠിച്ച് നല്ല മനസ്സിൽ പതിപ്പിച്ച് എല്ലാം കേട്ടാണ് അത് പാടുന്നത്. ഈ പാട്ട് കംപ്ലീറ്റ് ആയിട്ട് സുജാത ചേച്ചി പാടിയിട്ടുണ്ട്. അവൻ്റെ മെയിൽ വോയിസും പാടി. അതിന് ശേഷമാണ് അതിനെ ഡിവൈഡ് ചെയ്തത് പടത്തിന് വേണ്ടി. പക്ഷെ ഞങ്ങൾ ആ പോർഷൻ, ശരിക്കും എൻ്റെ സ്വന്തം അനുഭവം കൂടെ പറയുകയാണ് അതിനകത്ത് ചേർത്ത് പറയാം. ആ പോർഷൻ വരുമ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ആ പോർഷനിലേക്ക് എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യില്ലേ? ചില പാട്ടുകളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. അല്ല, അത് തീർച്ചയായിട്ടും ഓരോ പാട്ടിന് ഞാൻ വിശ്വസിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു പാട്ടിൻ്റെ ഓരോ ഭാഗങ്ങളും അടുത്തത് വരുമ്പോഴും ഓരോ സ്ഥലത്തും എന്തെങ്കിലുമൊക്കെ അവർക്ക് കിട്ടണം. സിനിമ കാണുന്ന പോലെ തന്നെയാണ്, അല്ലെങ്കിൽ എഴുന്നേറ്റ് പോയില്ലേ. അപ്പോൾ അടുത്തതിന് കിട്ടണം, അടുത്തിരി നന്നായിരിക്കണം, അങ്ങനെ പോകണം. മറ്റേ കാത്തിരുന്ന പെണ്ണിൻ്റെ ഇടയ്ക്ക് രാമരാമകഥ വരുന്നു, പിന്നെ അടുത്തത് എങ്ങനെ വീണ്ടും തിരിച്ചു വരുന്ന ഭയങ്കര രസമാണ്. പിണക്കം മറന്നു ആ സാധനം മറ്റേത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഇത് കേൾക്കാൻ എന്നുള്ള വെയിറ്റ് ചെയ്യുന്നു. പലരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിനിടയ്ക്കുള്ള സംഭവം എന്നൊക്കെ പറയണവരുണ്ട്. പക്ഷെ ഇതുള്ളതുകൊണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടതെന്ന് ആരും ചിന്തിക്കുന്നില്ല. അതിന് തനിയെ നിലനിൽപ്പില്ല, അതാണ്. അങ്ങനെ മാറ്റണമല്ലേ? ഒരു അലക്സ് പോളിനെ പോലെ തന്നെയാണ്. ഒരു സിനിമ ഉള്ളതുകൊണ്ടാണ് അലക്സ് പോൾ അറിയുന്നത്, അല്ലേ. ഞാൻ കുറെ ലളിതാനം ചെയ്ത് കഴിഞ്ഞാൽ കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട്. നമുക്കെന്ത് ദൈവാനുഗ്രഹം കൊണ്ട് ഇങ്ങനത്തെ അവസരങ്ങളെല്ലാം കിട്ടിക്കൊണ്ടിട്ട് ഈ ലെവലിൽ ഇപ്പോൾ ഇന്റർവ്യൂവിനൊക്കെ വരുന്ന അത്രേ ഉള്ളൂ. ചിലത്താമരയെ പാടിയത് ചിത്ര ചേച്ചിയാ. ചിലത്താമര ഹലോ എന്ന് പറയുന്ന സിനിമ തന്നെ ബമ്പർ ഹിറ്റായിരുന്നു. പാട്ട് അല്ലാതെ തന്നെ ഹിറ്റായിരുന്നു. അപ്പോൾ സിനിമയുടെ കൂടെയും ഈ പാട്ടുകളൊക്കെ അർഹിക്കുന്ന സ്ഥാനത്തിലേക്ക് എത്താറുണ്ട്. ചില പാട്ടുകൾക്ക് അങ്ങനെ എത്താറില്ല. പക്ഷേ ചിലത്താമരയ്ക്ക് അതിനൊരു അർഹിക്കുന്ന ഒരു സ്പേസിലേക്ക് എത്താൻ പറ്റിയെന്നുള്ളത് ആ പടത്തിൻ്റെ കൂടെ ഒരു ഗുണമാണ്. ചില സമയത്ത് അങ്ങനെ ഫീൽ ചെയ്യാറില്ലേ? തീർച്ചയായിട്ടും. ചിലത്താമര എന്താ പറയുക, ചിത്ര അല്ലാതെ വേറൊരാളെ ചിന്തിക്കാൻ പറ്റില്ല. ഓരോ പാട്ടും അങ്ങനെ തന്നെയുണ്ട്. ഞാൻ അല്ലാണ്ടൊന്നും വിട്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ നേരത്തെ പറഞ്ഞ അരപ്പവൻ്റെ കാര്യം പറഞ്ഞില്ലേ, അരപ്പവൻ 100% അതിലെ റിമിയും ബിദു തന്നെയാണ് പാടുന്നതെന്ന് തന്നെ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ചിത്ര പാടിക്കാൻ വേറെ ടൈപ്പായി വേറെ പാട്ടായിട്ട് മാറും എന്ന് പറഞ്ഞാൽ ചെല്ലത്താമര ചിത്ര അല്ലാണ്ട് വേറെ ചിന്തിക്കാൻ പറ്റില്ല, എനിക്ക് അങ്ങനെ തോന്നിയുള്ളത്. അതുമാത്രമല്ല, എനിക്ക് ആ പാട്ട് പാടിച്ചു കഴിഞ്ഞപ്പോൾ ചിത്രയുടെ ഒരു മനോഹരമായിട്ടൊരു മനസ്സെനിക്ക് കാണാൻ പറ്റുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പാട്ടുകാരും ചെയ്യാത്തൊരു സംഭവം ഉണ്ടായി. അതിൽ ഹിന്ദി പോർഷൻസ് ഉണ്ട്. ആ പോർഷൻസ് ഒരു ശ്രദ്ധിക്കപ്പെടാത്തൊരു കുട്ടിയാണ് പാടിയത്. സംഗീത എന്നൊരു പെൺകുട്ടിയെ പാടിയത്. എൻ്റെ ട്രാക്ക് പാടി, അപ്പോൾ അതാണ് പാടിയിരുന്നത്. അപ്പോൾ ചിത്ര അത് കേട്ടിട്ട് പറഞ്ഞു, സാറേ അത് ഭയങ്കര രസമുണ്ടല്ലോ, അത് അതിനെ കൊടുത്താലോ എന്ന് ചോദിച്ചു. അതൊരിക്കലും ആരും പറയില്ല അത്. അപ്പോൾ ഞാനത് ഞെട്ടിപ്പോയി. ഞാനും ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അത് പറയണ എങ്ങനെയാണെന്ന് ഇരിക്കുന്ന സമയത്താണ് ഇങ്ങാട് പറഞ്ഞു പുള്ളിക്കാരത്ത്. അത് വലിയൊരു മനസ്സാണ്, ആരും പറയില്ല. എന്ന് വെച്ചാൽ അത് നന്നായതുകൊണ്ടാണ് പറയാത്തത്, അതാണ്. അപ്പോൾ അത് രസമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാധിക്കുമല്ലോ, നല്ല ചിന്ത ഉണ്ടാവുമല്ലോ, മനുഷ്യനല്ലേ എന്തൊക്കെ പറഞ്ഞാൽ. പക്ഷെ അതില്ല എന്നുള്ളതാണ്. നിഷ്കളങ്കമായിട്ടാണ് അതിനെ കാണുന്നത്. ബൈബിളിൽ ക്രൈസ്റ്റ് പറഞ്ഞ പോലെ മറ്റുള്ളവനെ നമ്മളായിട്ട് തന്നെ കാണുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, ആ ലെവലിലുള്ള ഒരാളായിട്ട് എനിക്കന്ന് ഫീൽ ചെയ്തു ചിത്രകാര്യത്തിൽ.
ഉം. 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 അതും കൂടി ഉണ്ട് കേട്ടോ. നമ്മളെല്ലാവരും കേരളീയരെല്ലാവരും ചിത്രനെ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടിട്ടാണ്. ഉം. ഒരു ചിരി മാത്രം മതിയല്ലോ. ഉം. ഞാൻ ആദ്യമായിട്ട് ചിത്രനെ പാടിക്കുമ്പോൾ ഞങ്ങൾ ഇരുന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ചിത്ര എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച പോലെ നമ്മുടെ മനസ്സിലുള്ള ആളല്ലേ, ഞാൻ പിന്നീട് വന്ന ആളല്ലേ. ഫോട്ടോ എടുക്കുന്ന സമയത്ത് പുള്ളിക്കാരത്തി ഇരിക്കുന്നില്ല, മ്യൂസിക് ഡയറക്ടറാണ് ഇരിക്കേണ്ടത് വേണ്ടത്. ഓ. പുള്ളിക്കാരി അതായത് ഗുരുശിഷ്യ ബന്ധം പോലെയുള്ള ഒരു സംഭവം ഉണ്ടായില്ലേ. ഉം. ഒരു കുഞ്ഞാണെങ്കിൽ പോലും പാട്ട് പഠിപ്പിക്കുന്ന ആൾ ഗുരുവാണല്ലോ. ആ ഇതിലാണ് പുള്ളിക്കാരത്തി എടുക്കുന്നത്. ഓ. അതൊക്കെ ഒരു വലിയ മനസ്സുള്ളവർക്കേ പറ്റുള്ളൂ അത്. അതാ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ ശരിക്കും ചിത്രയുടെ വോയിസും അതിനെക്കാട്ടും ഉപരിയായിട്ട് ചിത്രനെ ഇഷ്ടപ്പെടുന്ന ചിത്രയുടെ ക്യാരക്ടറാണ്. ഓ, ശരി. അത് ഭയങ്കരമാണത്. ഉം. അങ്ങനെ ആകാനേ ബുദ്ധിമുട്ട്. ഞാനിങ്ങനെ പിള്ളേരോടൊക്കെ പറയാറുണ്ട്, നമുക്ക് ആര് വേണമെങ്കിലും ആകാൻ പറ്റും. ഡോക്ടർ ആകാൻ പറ്റും, എഞ്ചിനീയർ ആകാൻ പറ്റും, മ്യൂസിക് ഡയറക്ടർ ആകാൻ പറ്റും, നടനാകാൻ പറ്റും, എല്ലാം ആകാൻ പറ്റും. പക്ഷെ ഒരു നല്ല മനുഷ്യനാകുക എന്ന് പറയുന്നത് ഇമ്മിണി ബുദ്ധിമുട്ടാണ്. അത് ഭാഗ്യമാണത്. ഉം. നമ്മളെ ബ്ലഡിൻ്റെയും കൂടി ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളാണ് അവരെല്ലാവരും. ഉം. ഈ സിനിമ മാറി കുറച്ചൊക്കെ പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സ് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ പഴയ മ്യൂസിക് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു തുടർച്ച കണ്ടെത്താൻ പലരും ശ്രമിക്കുന്ന ഒരു സ്പേസിലാണ് നിൽക്കുന്നത്. ഈ അലക്സ് പോൾ ശരിക്കും അലക്സ് പോളിനെ വിലയിരുത്തുമ്പോൾ എവിടെയാണ് പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഇല്ലെങ്കിൽ ഒരു മെയിൻ സ്ട്രീം സിനിമയുടെ ഭാഗമായിട്ട് തന്നെ നിൽക്കുന്നതാണ് മ്യൂസിക് ഡയറക്ഷൻ എന്ന് കരുതുന്നില്ല. പക്ഷേ സിനിമയാണ് നമുക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ളൊരു ഗും തന്നിട്ടുള്ളത്. ഒരു എന്താ പറയുക, അത് ഒരു സാമ്പത്തികാവസ്ഥ മാത്രമല്ല, ഒരു ജനകീയ അംഗീകാരവും കൂടിയാണ് സിനിമ. പോപ്പുലർ മ്യൂസിക് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് സിനിമയാണുള്ളത്. അപ്പം അതിൽ ഏത് സ്പേസിലാണ് സ്വയം നിൽക്കുന്നതെന്ന് എപ്പോഴെങ്കിലും വിലയിരുത്തുകയോ ഈ കൂട്ടത്തിൽ ഇങ്ങനെ ഓടാൻ വേണ്ടി ശ്രമിക്കുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? എവിടെയാണ് മനസ്സ് നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ചോദിക്കും. ഞാൻ കുറച്ച് ആത്മീയമായിട്ട് ചിന്തിക്കുന്ന ഒരാളൊക്കെ ആയിരുന്നു പണ്ട്. ആത്മീയം എന്ന് പറയുമ്പോൾ മറ്റേ സന്യാസി അങ്ങനെ സംഭവമൊന്നുമല്ല. എനിക്ക് ഗുരുക്കന്മാരുണ്ടായിരുന്നു, ആത്മീയ ഗുരുക്കൾ. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞൊരു സംഭവമുണ്ട്. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചാൾ മെഡിറ്റേഷനും അതൊക്കെ നിർത്തി വെക്കണമെന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ ഇതൊരു മത്സരരംഗമാണ് സിനിമ. അവിടെ ഏറ്റവും ഒന്നാമനാകണം, അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുന്നത്. അപ്പം ഞാനത് അവർ പറഞ്ഞൊക്കെ പാലിക്കുകയുണ്ടായി. എങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു സംഭവം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അവിടെയൊക്കെ. മനസ്സിലായി. അപ്പോൾ നമുക്ക് സത്യത്തിൽ ഞാനതല്ല, ഞാൻ നല്ല മനുഷ്യനൊന്നുമല്ല, പക്ഷെ നല്ല മനുഷ്യൻ ആകാൻ വേണ്ടിയുള്ള ഒരു അതികഠിനമായുള്ള ത്വരയും ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ കൂടെ വരുന്നവരൊക്കെ ഞാൻ ഭയങ്കര പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ തന്നെ എൻ്റെ ഒരാൾ മനസ്സിൽ വേറെ മനസ്സുകൊണ്ട് പറയും, നീ ഒന്ന് മണ്ടത്തോടെ ചെയ്യുന്നത്, നിൻ്റെ കസേരയാണ് അവൻ ഒഴിച്ചു കൊടുക്കുന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എങ്കിലും നമ്മളുടെ കൂടെ ഉണ്ടാകുന്ന പലരും മ്യൂസിക് ഡയറക്ടറാണ്. എൻ്റെ പിന്നിൽ ചെറുതായിട്ടെങ്കിലും എൻ്റെ ഒരു കൈയുണ്ട്. അവർ ചില പറഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല, നിർബന്ധമായിട്ട് അവനെ കൊണ്ട് ചെയ്യിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, ആരും അറിയണ്ടാവും. നമ്മളുടെ നല്ലതെന്ന് പറയാൻ ആളുകളെ അറിഞ്ഞിട്ടല്ല, നമുക്ക് തോന്നുന്ന കാര്യമുണ്ട്. ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്ന കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ നുണ പറഞ്ഞെന്ന് വിചാരിക്കാം. നുണ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും അറിയില്ലായിരിക്കും, പക്ഷെ നമുക്കറിയാമല്ലോ ഞാൻ നുണ പറഞ്ഞെന്നുള്ളത്. അപ്പോൾ നമുക്ക് നമ്മളോടുള്ളൊരു എന്താണ് പറയുന്നത്, ഒരു മതിപ്പ് കുറയലാണ്. ശരിയല്ല എന്നുള്ള തോന്നലായിരുന്നു അല്ലേ. നുണ പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് ഒരുപാട് നുണ പറഞ്ഞിട്ടുണ്ട്, പറയാണ്. അപ്പോൾ നുണയല്ല ഞാൻ പറഞ്ഞു വന്നത്. എങ്ങനെയൊക്കെ നമ്മൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു ത്രില്ലാണ്. അങ്ങനത്തെ ശരിക്കുള്ള സ്വഭാവം അതല്ലെങ്കിൽ പോലും മാക്സിമം നന്നായിട്ട് ഇരിക്കണം, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. അതല്ലാതെ ചെറിയ പ്രായത്തിലൊക്കെ ഞാൻ കൂട്ടുകാരെ തമ്മിൽ വഴക്കിടുമ്പോൾ അവർ രണ്ടുപേരും അറിയാണ്ട് രണ്ടുപേരും വീട്ടിൽ പോയിട്ട് നാടകമായിട്ട് കുറേ കഥകളൊക്കെ പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ ഒന്നിപ്പിക്കാറുണ്ടായിരുന്നു. അവരറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല അത്. അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ അറിയണമെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. ഈ മ്യൂസിക് ജേണി പലപ്പോഴായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്കിലും ഒന്ന് ബ്രീഫ് ചെയ്താൽ എവിടെ മുതലായിരിക്കും ശരിക്കും ഒരു ഉള്ളിൽ മ്യൂസിക് പഠിച്ചു തുടങ്ങിയപ്പോൾ ഉള്ളിൽ വന്നോന്ന് അറിഞ്ഞൂടാ. ചിലപ്പോൾ എവിടെ മുതലാണ് ശരിക്കും അതിൻ്റെ ഒരു ഇങ്ങനെയാണ് നമ്മൾ ഈ വഴി സെലക്ട് ചെയ്യണമെന്നൊക്കെ തോന്നില്ലേ? അതെവിടെ മുതലാണ് തോന്നി തുടങ്ങി മനസ്സിനകത്ത്? അത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പകാലത്തിൽ ഞങ്ങൾ എറണാകുളത്ത് ആണ് ജനിച്ചു വളർന്നത്. ചുരുക്കി പറയാൻ അത് കുറേ ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞല്ലോ, അവിടെ അതിലേക്ക് ഞാൻ പോകുന്നില്ല. പിന്നീട് ചേരാനെല്ലൂർ എന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ വീട് താമസം മാറുന്നു. അപ്പോഴാണ് എൻ്റെ ഫാദർ അറിയുന്നത് മുന്നോട്ട് പോകാനായിട്ട് പൈസ വേണമെന്നുള്ളത്. അതായത് അതുപോലെ ഒരു കൂട്ടുകുടുംബമായിരുന്നു അവിടെ എറണാകുളത്ത്. അപ്പോൾ ആ സമയത്ത് ഇത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചൊരു കാലഘട്ടമാണ്. ഈ ഒരു സമയത്ത് അപ്പം ജ്യേഷ്ഠനപ്പോൾ എറണാകുളത്താണ്, ഞാൻ വീട്ടിൽ തന്നെയാണ്. രാത്രി കാലങ്ങളിൽ അപ്പോൾ എൻ്റെ ഫാദർ മ്യൂസീഷ്യനാണ്. രാത്രി കാലങ്ങളിൽ എല്ലാം ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ ബെഡിൽ നിന്ന് ഇറങ്ങിയിട്ട് താഴെ പായിട്ട് കിടക്കുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ
ഞാൻ ഒരു കലാകാരനാകേണ്ട ആളാണ്, മ്യൂസിഷ്യനാകേണ്ട ആളാണ്. അപ്പോൾ ദാരിദ്ര്യമാണെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ആ പ്രായത്തിൽ. അതെ അതെ. അപ്പോൾ ദാരിദ്ര്യമായിട്ട് ഉള്ള സമയത്ത് എനിക്കൊരു ദുഃഖമായിട്ട് തോന്നരുത് അത്. അപ്പച്ചനൊക്കെ പണ്ട് തറവാട്ട് ഇതെല്ലാം കൊണ്ടിട്ട് കട്ടിലും കിടക്കയും അതോ വീടും ഒക്കെ ഉണ്ടായി. പക്ഷെ എനിക്ക് അതുപോലെ ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് വിഷമം വരാൻ പാടില്ല. ആനന്ദം വിളമ്പുന്നവനായിരിക്കണം ഒരു സംഗീതജ്ഞൻ. അപ്പോൾ എനിക്ക് ആനന്ദം ഇല്ലെങ്കിൽ ഞാനെങ്ങനെ വിളമ്പാൻ പറ്റുന്നത്? എൻ്റെ കയ്യിൽ ഇത് വേണ്ടേ? അപ്പോൾ ഏതവസ്ഥയിലും എനിക്ക് സന്തോഷം ഉണ്ടാകണം. അപ്പോൾ അതിനോട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി താഴേക്ക് കിടക്കുമായിരുന്നു. അങ്ങനത്തെ ചില സംഭവമൊക്കെ മുൻപ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് ഏത് പ്രായത്തിലായിരുന്നു? അതൊരു 10-12 വയസ്സുള്ളപ്പോഴൊക്കെ തന്നെ. ഓ, അപ്പോഴേ മനസ്സിൻ്റെ ഉള്ളിൽ അതിൽ അങ്ങനെ തന്നെ ആയിരുന്നു. അതാണ്. അപ്പോൾ അങ്ങനെ അത്രത്തോളം ഞാനിങ്ങനെ പ്രണയിച്ചിട്ടുണ്ട് സംഗീതത്തിന്. എൻ്റെ കല്യാണത്തിന് ഫസ്റ്റ് നൈറ്റിൽ വൈഫിനോട് പറഞ്ഞത്, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെ അല്ല എന്ന് പറഞ്ഞു. ഓ, പുള്ളിക്കാരെ ആലങ്കാരികമായി കേട്ടിട്ടുണ്ടാവും, താത്വികമായി പറഞ്ഞതാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഇല്ല, കാര്യം പറഞ്ഞു സംഗീതത്തിനാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് സന്തോഷമായി. മ്യൂസിക്കിനാണല്ലോ, അതെ അതെ, അതുകൊണ്ട് കുഴപ്പമില്ല. അവളെ കല്യാണം കഴിക്കാൻ തന്നെ പോയപ്പോൾ അവൾ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ഇവിടെയല്ല കണ്ടത്, അവിടെ ഒരു വയലിലിരിക്കുന്നു വേറെ. അപ്പോഴാണ് അറിയണത് അമ്മായിപ്പം വയലിനൊക്കെ വായിക്കുമെന്ന്. ഓ, അതും കാരണമായിട്ടുണ്ടാവും. തന്നെ തീർച്ചയായിട്ടും. അതായത് എവിടെയും നമ്മൾ സംഗീതത്തിനെ ഇങ്ങനെ കാണാനായിട്ട് കൊതിക്കുന്നത് ഇതാണ്. എവിടെയും എല്ലായിടത്തും ഉണ്ടെന്ന് ഇപ്പം നമുക്ക് ബോധ്യമുണ്ട്. സംഗീതം ഇല്ലാത്തൊരു ഏരിയ ഇല്ല, എല്ലായിടത്തും സംഗീതമുണ്ട്. എല്ലായിടത്തും സംഗീതം നിറയണം. സംഗീതമാണെല്ലാം. അതെ അതെ. അതായത് ഞങ്ങളുടെ പൂർവികർ പറയുന്നത് വെച്ചാൽ സർവ്വചരാചരങ്ങളും സംഗീതത്തിൻ്റെ രൂപഭേദങ്ങളാണെന്ന് പറയും. സർവ്വചരാചരങ്ങളെല്ലാം, ജീവനുള്ള ജീവനില്ലാത്ത എല്ലാ വസ്തുക്കളും സംഗീതത്തിൻ്റെ വേറെ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം സംഗീതമാണെന്ന് പറയുന്നത്. ചിലപ്പോൾ ചോദിക്കാൻ പാടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഒരു ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇപ്പോൾ ഫിലിമിൽ ചെയ്തിട്ടുള്ളതിൽ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഏതെങ്കിലുമൊക്കെ അങ്ങനെ ഓർത്ത് പറയാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഇഷ്ടം ഇന്നതാണ് എന്ന് പറയാൻ പറ്റുന്നൊരവസ്ഥയിൽ ഏതെങ്കിലുമൊക്കെ പാട്ടുകൾ മനസ്സിൽ കിടപ്പുണ്ടോ? അത് നമുക്ക് നല്ല വിശപ്പുള്ള സമയത്ത് നമ്മൾ ചോറ് കഴിക്കാം. ഉച്ചക്കാണെങ്കിൽ ചോറ് കഴിക്കും, രാത്രിയാണെങ്കിൽ ചിലപ്പോൾ ചപ്പാത്തി കഴിക്കും, രാവിലെ ഇഡ്ഡലി കഴിക്കും. ഓരോ സമയം അനുസരിച്ചിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം പെട്ടെന്ന് നിങ്ങൾ വന്നപ്പോൾ കൈ നിറയെ വേണ്ട തരണം എന്നുള്ള പാട്ട് പറഞ്ഞു. നിഷ്കളങ്കമായിട്ട് ഞാൻ പറയണം, ഒന്നും ആലോചിച്ചിട്ടൊന്നുമല്ല, ബുദ്ധിയൊന്നും പെട്ടെന്നാണ് കൈ നിറയെ വേണ്ട തരണം എന്ന് വെച്ചാൽ. മറ്റേ പാട്ട് ഓരോന്നും അതിൻ്റെയുള്ള തലത്തിൽ രസമാണ്. ഒരു സമയത്ത് അങ്ങനെ പ്രത്യേകതയുണ്ട് ചില പാട്ടുകൾ. ഇപ്പം ഞാനിപ്പോൾ ഒരു പുതിയൊരു പടത്തിൽ ഞാൻ പാട്ട് ചെയ്തിട്ടുണ്ട്. ആ പാട്ട് വേണമെങ്കിൽ പരിശ്രമിക്കുള്ളൂ. ആ പാട്ട് ഒരു വൈകുന്നേരം സമയത്ത്, അധികം ആളില്ലാത്ത സമയത്ത്, അതായത് ഗ്രാമങ്ങളിലേക്കാണെങ്കിൽ പറ്റുള്ളൂ എന്ന് തോന്നുന്നത്. വഴിയിലൂടെ ഹെഡ്ഫോണിലോ എല്ലാം ഇട്ടുണ്ട്, അതൊന്ന് പ്ലേ ചെയ്ത് കണ്ണടച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ ഇടിക്കും. അതുകൊണ്ട് കണ്ണടച്ച് തന്നെ കേട്ട് കഴിഞ്ഞാൽ വേറെ ലോകത്തേക്ക് പോകുന്നൊരു ഫീലിംഗ് ഉണ്ടാവും. അങ്ങനത്തെ രാഗത്തിലാണ് ചേരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് അത് ഞാൻ പിന്നീട് നോക്കുമ്പോൾ എനിക്കത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഓരോന്നിനും ഓരോ ഫീലാണ്. അതുകൊണ്ടിട്ടാണ് എല്ലാം ഇപ്പോൾ ബിരിയാണി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ബിരിയാണി ഇഷ്ടപ്പെടില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് അതനുസരിച്ചിട്ടാണ്. എങ്കിലും മനസ്സിലേക്ക് വരുന്ന പാട്ടുകളുണ്ട് ഇതേപോലെ. തീർച്ചയായിട്ടും. എന്നാലും നമ്മളുടെ ഒരു എന്താ പറയുന്നത്, നമുക്ക് മെലഡിയാണല്ലോ പൊതുവേ. എനിക്ക് മാത്രമല്ലെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു 90% കേരളത്തിലെ ജനങ്ങൾക്ക് മെലഡി ഉള്ള സോങ്ങുകളെ ഇഷ്ടം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. റാപ്പൊന്നും അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. നേരത്തെ റാപ്പിനെ പറ്റി പറഞ്ഞല്ലോ, റാപ്പ് മോശമൊന്നുമല്ല. അത് കേട്ടിരിക്കാം, അതിൻ്റെ ലിറിക്സൊക്കെ ശ്രദ്ധിക്കും ആൾക്കാർ, അതിൻ്റെ പ്രാസവും അതൊക്കെ ശ്രദ്ധിച്ചതിനിരിക്കും. വേണമെങ്കിൽ അത് കഷ്ടപ്പെട്ട് പഠിച്ച് പാടുകയും ചെയ്യും, സ്റ്റേജിലൊന്ന് ഷൈൻ ചെയ്യാൻ. ഇപ്പോൾ കുട്ടികളെല്ലാം പാടും. ഷൈൻ ചെയ്യാൻ വേണ്ടിയൊക്കെ അത് കഷ്ടപ്പെട്ടൊക്കെ പാടും. പണ്ട് ഒരു പാട്ട് മോഹൻലാലിൻ്റെ പടത്തിൽ വന്നിട്ടുണ്ട്, ഭയങ്കര സർക്കസ് ആയിട്ടുള്ള ലൈൻസ് ഉള്ളത്. അത് വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് പാടുന്നവരില്ലേ, നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പഠിക്കും, നാക്കൊക്കെ ഒന്ന് ശരിയാക്കാൻ എന്ന് പറഞ്ഞ പോലെ ആ ഒരു രസമുണ്ടല്ലോ. അതാണ് പാട്ടിന് പല കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ പാട്ട് ആളുകൾ. അതെ, തീർച്ചയായിട്ടും. പല ഇമോഷൻസ് ആണ് പല സമയത്താണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് പറയാറുണ്ട്, മ്യൂസിക് ഡയറക്ടേഴ്സ് അവരുടെ പാട്ട് ചെയ്തു പോയി, പക്ഷേ നമ്മളത് വിട്ടിട്ടില്ല. നമ്മുടെ പല ഇമോഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. രാത്രിയും പകലും നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴും കൂട്ടായിരിക്കുമ്പോഴും ഒക്കെ പാട്ടുകൾ കേട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്കും കൂട്ടായും കേൾക്കാൻ പറ്റുന്ന ഒരുപാട് പാട്ടുകൾ ഇനിയും ചെയ്യണം, അത് തുടർച്ചയുണ്ടാവണം, അത് തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദിയുണ്ട് സംസാരിക്കുന്നു. താങ്ക് യു.